17-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന ആമനു, നിശ്ചയം സത്യവിശ്വാസികൾ, വല്ലദീന ഹാദു, യഹൂദികൾ, വസ്വാബീന, സാബികളും, വന്നസ്വാറ, നസ്രാണികളും, വൽമജൂസ, മജൂസികളും, വല്ലദീന അശ്റകൂ, മുശ്രിക്കീങ്ങളും, ഇവരൊക്കെ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവർക്കിടയിൽ വിധി പ്രഖ്യാപിക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തആല എല്ലാത്തിനും സാക്ഷ്യം വഹിക്കുന്നവനാണ്. ഇവിടെ അള്ളാഹിൻ്റെ കാര്യത്തിൽ തർക്കിക്കണമല്ലോ, ദീനിനെ എതിർക്കണമല്ലോ, റസൂലിനെ അല്ലാഹു തആല സഹായിക്കരുത് എന്ന് പ്രതീക്ഷിച്ചവരും ആശിച്ചവരും, ഇങ്ങനെയൊക്കെ പല കൂട്ടക്കാരുണ്ട്. ഖിയാമത്ത് നാളിൽ എല്ലാവർക്കിടയിലുമുള്ള വിധി അല്ലാഹു തആല നടപ്പാക്കും. അലം തറ, നീ കാണുന്നില്ലേ, അന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യസ്ജുദു ലഹു, അവനിക്ക് സുജൂദ് ചെയ്യുന്നു, മൻ ഫിസ് സമാവാതി, ആകാശത്തിലുള്ളവരൊക്കെ, വമൻ ഫിൽ അർളി, ഭൂമിയിലുള്ളവരും, വശംസു, സൂര്യനും, വൽ ഖമറു, ചന്ദ്രനും, വന്നജൂമു, നക്ഷത്രങ്ങളും, വൽ ജിബാലു, മലകളും, വശജറു, മരങ്ങളും, വദ്ദവാബു, ജന്തുക്കളും അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്യണ നിങ്ങൾ കണ്ടില്ലേ. വകസീറും മിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കുറേ ആളുകളും, വകസീറും, മനുഷ്യന്മാരിലെ കുറേ ആളുകൾ, ഹക്കാലയിൽ അതാവ്, ശിക്ഷ സ്ഥിരപ്പെട്ട ആളുകളാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ രണ്ടായിട്ട് ആളുകളുണ്ട്, സുജൂദ് ചെയ്യണവരുണ്ട്, അള്ളാൻ്റെ ശിക്ഷ സ്ഥിരപ്പെട്ട സുജൂദ് ചെയ്യാത്ത ആളുകളുണ്ട്. വമൻ യുഹിനില്ലാഹു, അല്ലാഹു തആല ഒരാളെ നിസാരമാക്കിയാൽ, ഫമാ ലഹു മിൻ മുക്രിം, പിന്നെ അവനെ ആദരിക്കാൻ ആരുമില്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹു തആലാൻ്റെ സുജൂദിൽ നിന്നൊക്കെ വിട്ടു നിന്ന് ശിക്ഷ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ് നിന്ദിച്ച ആളുകളാണ്. ഓലെ ആദരിക്കാനൊന്നും പിന്നെ ഓലെ ആദരവുള്ളവരാക്കാനൊന്നും ആരെക്കൊണ്ടും കഴിയൂല. ഇന്നല്ലാഹ യഫ്അലു മാ യശാഉ, നിശ്ചയമായും അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതൊക്കെ ചെയ്യും. സജദാൻ്റെ ആയത്താണ്. നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോഴൊന്നും ഇപ്പോൾ അങ്ങനെ സജദ ചെയ്തോളൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഓതുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഒരു തിലാവത്തിൻ്റെ സുജൂദുള്ള 19-ാമത്തെ ആയത്താണ്, 18-ാമത്തെ ആയത്ത് സൂറത്ത്. അപ്പോൾ 17-ാമത്തെ ആയത്ത് പറയണത് വലിയൊരു മുന്നറിയിപ്പാണ് മോമിനികളെ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് നല്ല സത്യവിശ്വാസികളുണ്ട്, ഖിയാമത്ത് നാളിനെയും അള്ളാഹിനെയൊക്കെ പേടിച്ച് ജീവിക്കുന്ന, അതിൽ അചഞ്ചലമായി വിശ്വസിച്ച് ആ ബോധത്തിലും ജീവിക്കുന്ന ആളുകളുണ്ട്. നിഷേധികളുണ്ട്, നിഷേധത്തിന് വേണ്ടി കൊടി പിടിക്കുന്നവരുണ്ട്, പിന്നെ ഒരു ഓരത്തിൽ നിന്ന് ആരാധിക്കുന്നവരുണ്ട്, നല്ലൊരു യക്കീനുറപ്പൊന്നും ഇല്ലാത്തവർ, ഇങ്ങനെ പല ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഇടയിലുള്ള അല്ലാഹു തആലാൻ്റെ നീതിനിഷ്ഠമായ വിധി നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നടപ്പാക്കും എന്നാണ്. ഇന്നല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒരു കൂട്ടർ, അതാണ്. രണ്ടാമത്തത് വല്ലദീന ഹാദു, യഹൂദികൾ, അറിയാലോ, മൂസാ നബീൻ്റെ ആളുകൾ, തൗറാത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞ ജൂതന്മാർ. വസ്വാബീന, സാബികൾ, സാബികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂതന്മാരിൽപ്പെട്ടൊരു കൂട്ടരാണെന്നും ഉണ്ട്. സാബി പറഞ്ഞപ്പോൾ എങ്ങനെയാണ്, അതിൽപ്പെട്ട തന്നെയാണ്, അതിൽപ്പെട്ടൊരു അവാന്തര വിഭാഗമാണ്. വന്നസ്വാറ, നസ്രാണികൾ, ക്രിസ്ത്യാനികൾ, നസ്രാണികൾ, വൽ മജൂസ, മജൂസികൾ, അഗ്നി ആരാധകർ, തീനെയും ഇരുട്ടിനൊക്കെ ആരാധിക്കുന്ന ആളുകളാണ്. വല്ലദീന അശ്റകൂ, പിന്നെ മുശ്രിക്കീങ്ങൾ, ബഹുദൈവ ആരാധകർ. അത് മക്കത്തുള്ള അബൂജഹലും ടീമും പിന്നെ നമ്മുടെ സഹോദര മതസ്ഥരായ ഹൈന്ദവര സഹോദരന്മാരൊക്കെ അതിൽപ്പെട്ടതാണ്. ഞങ്ങൾക്ക് 33 ദൈവങ്ങളുണ്ട് എന്നൊരു അഭിമാനത്തോടു കൂടെ പറയുന്നവരാണ്. നിങ്ങൾക്കൊക്കെ ഒരു ദൈവമല്ലേ ഉള്ളൂ എന്ന് നമുക്കൊരു കുറവായി കാണുന്ന, എന്നാൽ മറ്റവരൊക്കെ മുശ്രിക്കുകൾ തന്നെയാണ്. ഈ തീൻ ആരാധിക്കണവരും ഈ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും ജൂതന്മാരുടെ കൂട്ടത്തിലൊക്കെ ഇതുണ്ട്. ഓർക്കൊക്കെ ഷിർക്കിൻ്റെ ഒരു സൂക്കടുണ്ട്. ക്രിസ്ത്യാനിയൊക്കെ ചുരുങ്ങിയത് 3 ദൈവങ്ങളെങ്കിലും ഉണ്ട്. ആ 3 ഏതാന്നുള്ളതിൽ ഖിലാഫുള്ളൂ. യഹൂദന്മാർക്കും അള്ളാഹു അല്ലാത്ത ദൈവമൊക്കെ ഉണ്ട്. ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അള്ളാഹു തആലാൻ്റെ മോനാണെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ച ആളുകളാണ്. മുശ്രിക്കീങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയണത് ഈ ബിംബാരാധകരെ സംബന്ധിച്ചാണ്. ഇങ്ങനെയുള്ള ഈ കൂട്ടക്കാരൊക്കെ ഇന്നല്ലാഹ യഫ്സുലു ബൈനഹും, നിശ്ചയമായിട്ടും അല്ലാഹു തആല അവർക്കിടയിൽ വിധി കൽപ്പിക്കും.
യൗമുൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു തആല തന്നെ എല്ലാറ്റിനും സാക്ഷിയാണ്. വിധിക്കാനൊന്നും അല്ലാഹു തആലക്ക് നീതിനിഷ്ഠമായി വിധിക്കാനൊന്നും യാതൊരു പ്രശ്നമില്ല. ഖിയാമത്ത് നാളിൽ നിന്നുണ്ടാകുന്ന ഒരു രംഗം കിതാബിലൊക്കെ വന്ന് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാൻ പറയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. യജ്മഉല്ലാഹു അന്നാസ യൗമുൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഒരു വിളിയാളൻ ഇങ്ങനെ വിളിച്ചു പറയും, യാ അയ്യുന്നാസു, ജനങ്ങളെ, അലം തറല്ലോ, നിങ്ങൾക്ക് തൃപ്തിയല്ലയോ, മിൻ റബ്ബിക്കുമുല്ലദീ ഖലഖക്കും വ റസഖക്കും, നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് റിസ്ക് തരികയും ചെയ്യുന്ന റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് തൃപ്തിയല്ലയോ, അയ്യുവാലിയ കുല്ലു ഇൻസാനും മിൻകും മങ്കാന യതവല്ലാ ഫിദ്ദുനിയ, ഓരോ ആളുകളും ദുനിയാവിൽ ആരെയായിരുന്നോ സംരക്ഷകനായി കണ്ടിരുന്നത് അവൻ്റെ കൂടെ കൂടാൻ എല്ലാവർക്കും ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം നോക്കിയാൽ ചോദ്യം മനസ്സിലായി നിങ്ങൾക്ക്? ദുനിയാവിൽ ഓരോരുത്തരും രക്ഷകരായും സഹായികളായും ആരാധ്യരായും ഒക്കെ സ്വീകരിച്ചിരുന്നത് ആരെയാണോ, ഈ മത്സരം വെച്ചിട്ടും അവനവൻ്റെ ആളുകളൊപ്പം അവനോ പോയിക്കോട്ടെ. സൂര്യൻ ആരാധിച്ചവൻ സൂര്യൻ്റെ കൂടെ പോട്ടെ, ചന്ദ്രൻ ആരാധിച്ചവൻ ചന്ദ്രൻ്റെ കൂടെ, അങ്ങനെ കല്ലിനും മരത്തിനൊക്കെ ആരാധിച്ചവരില്ലേ? അങ്ങനെ പറയും. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ തുമ്മയക്കൂലോ, എന്നിട്ട് അല്ലാഹു തആല ആ വിളിയാളെ ഇങ്ങനെ വിളിച്ചു പറയും, മങ്കാന യഅ്ബുദു ഷൈഅൻ ഫല്യത്തബിഉ, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് വല്ല വസ്തുവിനെയും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ ആരാധ്യൻ്റെ കൂടെ ആരാധകരൊക്കെ പോയിക്കൊള്ളട്ടെ, പിൻപറ്റിക്കൊള്ളട്ടെ എന്നൊരു വിളിയാളം വിളിച്ചു പറയും. അപ്പം എന്താ ഉണ്ടാകുക എന്നറിയും? ഫയുമസ്സലു ലിമങ്കാന യഅ്ബുദു ഉസൈറൻ, അപ്പോൾ ഉസൈറിനെ ആരാധിച്ച ആളുകൾക്ക് രൂപമാക്കപ്പെടും. ഉസൈർ ജൂതന്മാർ ആരാധിച്ചിരുന്ന അള്ളാഹുവിൻ്റെ മോനാന്നും പറഞ്ഞുകൊണ്ട് ആരാധിച്ചതിനൊരു ആരാധ്യനാണത്. ഉസൈർ ഒരു നബിയാണ്, അല്ല സ്വാലിഹ മനുഷ്യനാന്നൊക്കെ പക്ഷാന്തരങ്ങളുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് ദിവ്യത്വം കൽപ്പിച്ച് ആരാധിച്ചവരാണ് ജൂതന്മാർ. ആ ഉസൈറിനെ ആരാധിച്ചിരുന്ന ആളുകൾക്ക് ഷെയ്ത്താനും ഉസൈറിൻ്റെ മോഡൽ ഒരു ഷെയ്ത്താനോട് കൊണ്ടുവരും. ഷെയ്ത്താൻ ആരുടെ രൂപത്തിലേക്കാരം? ഉസൈറിൻ്റെ ഭാഗത്ത്. എത്താ തമസലഹുമു ഷജറത്തു വൽ ഊദു വൽ ഹജറും എന്നമാർക്ക് പിന്നെ കല്ലും മരവും കോലും എന്തെല്ലാം വസ്തുക്കളെ ആരാധിച്ചിരുന്നുവോ അതിൻ്റെയൊക്കെ രൂപങ്ങൾ അവിടെ ഇങ്ങനെ ഖിയാമത്ത് വരും. എന്തിനെയാണോ ആരാധിച്ചിരുന്നത് അതൊക്കെ ആരാധ്യന്മാരൊക്കെ അവിടെ വരും. അങ്ങനെ ഇപ്പോൾ എത്തബിയും മങ്കാന ഏവതു, ആരാധിച്ചിരുന്നവരൊക്കെ പിൻപറ്റാൻ തുടങ്ങും, ആരാധിച്ചിരുന്നതിനെ പിൻപറ്റാൻ തുടങ്ങും. അശംസ എന്നത് സൂര്യനെ അല്ല മുടക്കി ഇപ്പോൾ എത്തബിയും മങ്കാന ഏവതു ശംസ, സൂര്യനെ ആരാധിച്ചവൻ സൂര്യൻ്റെ പിന്നാലെ പോകും. വയത്തബിയും മങ്കാന ഏവതുൽ കമറ, കമറിനെ ആരാധിച്ചവൻ കമറിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ താവൂത്തുകളെ ബിംബാരാധനകൾ നടത്തിയിരുന്ന ആളുകൾ ഷെയ്ത്താനാണ്. താവൂത്ത് പറഞ്ഞാൽ ധിക്കരിക്കുക എന്നാണ്, ഷെയ്ത്താൻ്റെ പേരാണത്, ഷെയ്ത്താനാണ് ഉദ്ദേശിക്കുന്നത്. താവൂത്തിനെ ആരാധിച്ചിരുന്ന ആളുകൾ താവൂത്തിൻ്റെ രൂപം വരും. വസാബുൽ ഔസാനിമായ ഔസാനിയും, ബിംബാരാധകരെ ബിംബങ്ങളെ കൂടെ, വസാബ് കുല്ലി ആലിഹത്തെയും ആലിഹത്തെയും, ഓരോ ആരാധ്യരെ ആരാധിച്ചിരുന്ന ആളുകളെയും അവരോട് കൂടെ ഒരുമിച്ച് കൂടപ്പെടും. ഹത്താ യബക്ക മങ്കാന യഅ്ബുദുല്ലാഹ മിൻ ബർരിൻ വഫാജിരിൻ വഗബറാത്തിൻ മിൻ അഹ്ലിൽ കിതാബി, അള്ളാഹനെ ആരാധിച്ചിരുന്നവരെ വേറെ ഒരുമിച്ച് കൂട്ടും. അതിൽ നല്ല മനുഷ്യന്മാരുണ്ട്, മോശപ്പെട്ടവരുണ്ട്, കുറച്ച് വേദക്കാരും ഉണ്ടാവും. അഹ്ലിൽ കിതാബിൽ കൂട്ടത്തിൽ ചിലരൊക്കെ മുഅ്മിനാണല്ലോ കേട്ടോ, അവരൊക്കെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടോ. എന്നിട്ട് എന്താ നടക്കണമെന്ന് അറിയാം? ഇതൊക്കെ കിതാബിലും ബുഖാരിയിലും മുസ്ലിമിലും മിഷ്കാത്തും പോലത്തെ കിതാബിലൊക്കെ ഉള്ളതാണ്. ഞാൻ അതൊക്കെ പോടെ കിതാബോടെ അണി നിരത്തേണ്ട വെച്ചിട്ട് ചെറിയൊരു പുസ്തകം കൊണ്ട് നിൽക്കണം, അതൊക്കെ ഉള്ള. സുമ്മ യൂത്താബി ജഹന്നമ, പിന്നെ നരകം കൊണ്ടുവരപ്പെടും. കഅന്നാ സറാബുൻ, നരകം ഇങ്ങനെ കണ്ടാലടുത്ത് മഴസരിന്ന് കണ്ട സറാബ എന്നാ തോന്നുക. സറാബ് പറഞ്ഞാൽ മരീചിക. മരുഭൂമിയിലൊക്കെ ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ ഓളം വെട്ടിത്തിളക്കണമാർക്ക് ഇങ്ങനെ തോന്നൂലേ, വെള്ളം ഇങ്ങനെ തിരമാലടിക്കാൻ തോന്നൂലേ കണ്ടിട്ടുണ്ടെങ്കിൽ? അങ്ങനെ നരകം അങ്ങനെയാണ്, മരീചിക പോലെ ഉണ്ടാകുക. എന്നിട്ട് ഫയുഖാലുൽ യഹൂദികളോട് പറയും, മാ കുന്തും ദഅ്ബുദുന, നിങ്ങൾ എന്തിനെ ആരാധിച്ചിരുന്നത്? കാലു, അവർ പറയും, കുന്നാ നഅ്ബുദു ഉസൈറൻ ഇബ്നല്ലാ, ഞങ്ങൾ അള്ളാഹിൻ്റെ മകനായ ഉസൈറിനെയാണ് ആരാധിച്ചിരുന്നത്. ഫയുഖാലു, അപ്പോൾ അവരോട് പറയപ്പെടും, കദിബ്തും, നിങ്ങൾ കള്ളം പറയാണ്. ലം യകുൻ ലില്ലാഹി സ്വാഹിബത്തുൻ വലാ വലദുൻ, അല്ലാഹു തആലക്ക് ഇണയോ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അള്ളാഹിൻ്റെ മകനായ ഉസൈറിനെയാണ് ആരാധിച്ചത് നിങ്ങൾ വെറുതെ പറയാം, നുണ പറയണം അവരോട് പറയും.
എന്നിട്ട് ചോദിക്കും, അല്ല ഫമാ തുരീദ്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്ന്. ആ ഉസൈറിനെ ആരാധിച്ചവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടത്? കാലും ഒരു പറയും നുരീദ് വന്ന് തുസ്കിയന, ഞങ്ങൾക്ക് വെള്ളം കിട്ടിയാൽ മതി കുടിക്കാൻ. യുക്കാലു ഇഷ്റബു, എന്നാൽ പോയി കുടിച്ചോളി, വെള്ളം അവിടെ എവിടെ? ആ മരീചികയായിട്ട് നിരങ്ങനൊക്കെ ഉണ്ടല്ലോ, ഇവർ വിചാരം അത് വെള്ളമാണെന്നാ, വെള്ളം ഇങ്ങനെ വെട്ടി തിളക്കാന്നാ കരുതുക. ഫയതസോക്കത്തൂന ഫീ ജഹന്നം, ഒക്കെ പോയിട്ട് നരകത്തേക്കാണ് പോകും. ഓല പുതിയ വെള്ളമാണ്. സുമ്മയക്കാലു നസറ, പിന്നെ നസ്രാണികളോട് ചോദിച്ചു, മാ കുന്തും തഅബുദൂന, നിങ്ങൾ എന്തിനാണ് ആരാധിച്ചിരുന്നത് എന്ന്. യഖൂലൂന പറയും, കുന്നാ നഅബുദുൽ മസീഹ ഇബ്നല്ല, അള്ളാൻ്റെ മോനെ മസീഹിനെ, ഈസാ നബിനെ ആരാധിച്ചിരുന്നു. ഫയഖാലു കദിബ്തു, നിങ്ങൾ നുണ പറയാണ്. ലം യകുലില്ലാഹി സ്വഹാബത്തും വലതും, അള്ളാഹ്ക്ക് മക്കളും പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫയഖാലു മാ തുരീദൂന, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. ഫയഖൂലു പറയും, നുരീദു അൻ തുസ്കിയന, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറയും. ഫയഖാലു ഇഷ്റബു, എന്നാൽ പോയി കുടിച്ചോളി. ഫയതസാഖതൂന, അങ്ങനെ ഓലും പോയി നരകത്തേക്ക് പോകും. അങ്ങനെ ഓരോരുത്തരും നരകത്തേക്ക് അങ്ങനെ പോയി പോകുകയാണ് ഉണ്ടാകുക. ലാസ്റ്റ് ഹത്താബക്കാമങ്കാന യാബുദുല്ലാഹ, അള്ളാഹനെ മാത്രം ആരാധിച്ചിരുന്ന ആളുകളോടെ ബാക്കി ഉണ്ടാവും ആശറിയിൽ. മിൻബരിൻ ഔ ഫാജിരിൻ, നല്ലവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും. ഷിർക്ക് ചെയ്തിട്ടില്ല അവർ. ഷിർക്ക് ചെയ്യാത്ത നല്ല മൂമിനിങ്ങളുണ്ടല്ലോ, അതുപോലെ കൂടുതൽ തമ്മാടികളുണ്ട്, നല്ലവരുണ്ട്. ഒരു മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. അല്ലാത്തവരൊക്കെ നരകത്ത് പോയി മുഖം കുത്തൽ കഴിയും. സുമ്മ യതീന റബ്ബുന വനഹനു ഫീ മക്കാനിൻ റഫീൻ, പിന്നെ റബ്ബ് ഇങ്ങനെ വരും. റബ്ബ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മൂമിനിങ്ങളിങ്ങനെ ഉയർന്ന സ്ഥലത്താണ്. ഫയഖൂലു, റബ്ബ് ചോദിക്കും, മൻ അൻതും, അല്ല നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കും. ഫനഖൂലു, നാം പറയും, നാനുൽ മുസ്ലിമൂന, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ഇതൊക്കെ നടക്കാൻ പോണ കാര്യമാണ് മൂമിനിങ്ങളെ. ഇതൊക്കെ നല്ല നല്ല പ്രാമാണികമായ ആധികാരികമായ ഹദീസാണ്. റസൂലുള്ള പറഞ്ഞ ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അടുത്ത കാലത്തൊന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങൾ ഇങ്ങനെ നിൽക്കണം. ഫയഖൂലു, മുസ്ലിങ്ങളോട് വന്നിട്ട് അല്ല ചോദിക്കണം, മൻ തന്തതിറോന, നിങ്ങൾ ആരെ കാത്തിക്കണ്? ആരെ ചോദിക്കണേ ചെറിയപ്പോൾ? അല്ലാണ് ചോദിക്കണേ നമ്മളോട്. നിങ്ങൾ ആരെയും കാത്തേ നിൽക്കണം, എല്ലാവരും പോയില്ലേ, നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? ഫനഖൂലു, അപ്പോൾ നമ്മൾ പറയും, നന്തതിറു റബ്ബന, ഞങ്ങൾ റബ്ബനെ കാത്തിക്കണം. ആരോടായി പറയണേ? റബ്ബാണ് ഈ വന്നിക്കണത്. റബ്ബിനോട് മുസ്ലിങ്ങൾ പറയാണ്, ഞങ്ങൾ റബ്ബിനെ കാത്തിക്കുകയാണ്. എല്ലാവരും അവരവരുടെ റബ്ബിൻ്റെ കൂടെ പോയി, ഞങ്ങളെ റബ്ബിനെ കാത്ത് നിൽക്കുകയാണ്. ഫയുഖാലു ലഹും, ചോദിക്കും അവരോട്, മാ യഹ്ബിസുക്കും വഖദ് ദഹബന്നാസ്, എല്ലാവരും പോയില്ലേ, ആളുകളൊക്കെ പോയില്ലേ, പിന്നെ എന്താ നിങ്ങൾ നിൽക്കണം, നിങ്ങളെ ബാക്കിക്കാരൊക്കെ പോയില്ലേ? ഫയഖൂലൂന, അപ്പോൾ മോമിനിങ്ങൾ പറയുന്നത് കേട്ടോളി മോമിനികളെ, ഫാറഖ്നാവും, ആളുകളൊക്കെ ഞങ്ങൾ പണ്ടെന്നെ ഒഴിവാക്കിയാണ്, ദുനിയാവിൽ തന്നെ ഞങ്ങൾ ഒഴിവാക്കിയാണ്. വരാനോ അഹ്വജു മിന്നാ ഇലൈഹിം, അവരിലേക്ക് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സന്ദർഭം ഉണ്ടായിരുന്നു ദുനിയാവിൽ. അവരോട് തിരുമറയൊക്കെ ചെയ്യേണ്ടത് അന്നൊക്കെ ഞങ്ങൾ ജനങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കണം. ഞങ്ങൾ അള്ളാൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ആദർശത്തിൽ ഹിജ്റ പോയവരൊക്കെ അല്ലേ. ഞാൻ ചരിത്രങ്ങൾ പറയണം, നല്ല മുഅ്മിനീങ്ങൾ പറയാണ്, ആളുകളെ മനുഷ്യന്മാരൊക്കെ ദുനിയാവിൽ തന്നെ ഞങ്ങൾ ഒഴിവാക്കിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് നല്ല ആവശ്യം അവരിലേക്ക്, ഞങ്ങൾ അള്ളാഹ് ആണ് വേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി എല്ലാവരും ഞങ്ങൾ ഒഴിവാക്കിയതല്ലേ. ഇന്ന് ഞങ്ങൾക്ക് ജനങ്ങളെ ആവശ്യമുള്ളതിലേക്കാറ് ദുനിയാവിൽ നിന്ന് ജനങ്ങൾ വേണ്ടിയിരുന്നത്, അന്ന് തന്നെ ഞങ്ങൾ ജനങ്ങളൊക്കെ വിട്ടാണ്. വൈനാ സമീന മുനാദി യുനാദി, ഞങ്ങളിവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു വിളിയാളൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ലിയൽ ഹക്ക് കുല്ലു കൗമി ബിമാ കാനൂ യഅ്ബുദൂൻ, ഓരോ കൗമും എന്തിനെയാണോ ആരാധിച്ചത് അതിൻ്റെ കൂടെ പോവട്ടെ എന്ന് വിളിച്ചു പറഞ്ഞത് കേട്ടു. അത് കേട്ടപ്പോൾ ഇന്നമാ നന്തളിറു റബ്ബന, ഞങ്ങൾ റബ്ബനെ കാത്തുക്കാണ്. കാരണം ഞങ്ങൾ റബ്ബിനാണ് ആരാധിച്ചിരുന്നത്. ഞങ്ങൾ സൂര്യനല്ല, ചന്ദ്രനല്ല, മസീഹിനല്ല, ഉസൈറിനല്ല, ഞങ്ങൾ റബ്ബനെ ആരാധിച്ച ആളുകളാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. ഈ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെടുത്തിയ പോലെ, അതാ മിൻ ഫദ്ലി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. എപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? ബിൽക്കീസ് രാജ്ഞിൻ്റെ സിംഹാസനം കണ്ണിമ വെട്ടണ നേരം കൊണ്ട് ആസഫ് ബിൻ ബർഹിയ മുമ്പ് കൊണ്ടേ കൊടുത്തു പറഞ്ഞതാണ്. അതിന് മുമ്പ് നബി ആ സദസ്സിൽ ചോദിച്ചു, സുലൈമാൻ നബി, ബിൽക്കീസ് രാജ്ഞിൻ്റെ സിംഹാസനം എനിക്ക് ആരെ കൊണ്ടുതരാന്ന്. ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കൊണ്ടുതരാം. കാലല്ലതി ഇന്തോ ഇൽമുമിൽ കിതാബി, അള്ളാഹുവിൻ്റെ കിതാബിൽ ജ്ഞാനമുള്ള ആട് പറഞ്ഞു, ആത്തിക്കബിഹി, ഞാൻ കൊണ്ടുതരാം. കബില എർത്തയിലേക്ക് തർഫുക, കണ്ണിമ വെട്ടണ മുമ്പായിട്ട് ഞാൻ കൊണ്ടുതരാൻ ആര് പറഞ്ഞു? ആസഫ്.
ഫലമ്മ റാഹു മുസ്തഖറൻ ഉണ്ടാവും. ആ സദസ്സിൽ ആ സിംഹാസനം ഇങ്ങനെ നബി കണ്ടപ്പോൾ കാല നബി പറയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ വല്ലാത്തൊരു ഫദ്ലാണ്. ആസഫിൻ്റെ കൈവാന്ന് പറഞ്ഞോ. ആസഫ് കണ്ണിമ്പോട്ട് നിനക്ക് ഞാൻ കൊണ്ടുവരാന്നാ പറഞ്ഞത്. ഒരാസഫും കൊണ്ടുവരില്ല. ആരെ കൈവാണ്? ആ അർത്ഥത്തിലാണ് ഇതൊക്കെ പറയണത്. ആ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആളുകളെ സഹായിക്കാൻ വേണ്ടി വരും. ഒരാൾ ഇങ്ങനെ എല്ലാവരും സഹായിക്കണം. ചിലപ്പോൾ ഈ പറഞ്ഞാൽ ഞാൻ തന്നോട് പറയും, ഒരു മിസ്കിനോട് വന്നിട്ടുണ്ട് എല്ലാവരും സഹായിക്കണം കേട്ടോ എന്ന്. ഇയാക്കാനായപ്പോൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു പറഞ്ഞാണ്ട് നീച്ചിട്ട് പിന്നെ പറഞ്ഞാൽ എന്താ അറിയോ, ഒരു മിസ്കിൻ വന്നിട്ടുള്ള എല്ലാവരും സഹായിക്കണം കേട്ടോ പറയില്ലേ? അത് അല്ലെന്ന് പറഞ്ഞല്ലേ, താവനു നിങ്ങൾ തമ്മിൽ സഹായിക്കണം, അൽബിരിവ തക്കുവ, നല്ല കാര്യത്തിൽ പരസ്പരം എന്താക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണം. നമുക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ആൾ, ഞാനാണ് ഇതൊക്കെ ചെയ്യണത്, എന്താ പോലും നിന്നെ കണക്കിലെടുക്കാത്തതെന്നൊക്കെ. അങ്ങനെയല്ലേ ചിലവരൊക്കെ വർത്തമാനം പറയുന്നത് മുസ്ലിങ്ങൾ. ഈയാക്കനായപത്ത് പറഞ്ഞ ആളുകൾ ഉണരുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് പറഞ്ഞ് ഉണർന്ന ആൾ എന്തെല്ലാം പഠിച്ചവനായി വർത്തമാനം പറയുന്നുണ്ട് പലരും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് നന്നായി, ഞാൻ പറഞ്ഞത് നന്നായിക്കാണ്. അല്ലാഹു തആല അങ്ങനെ പറയിപ്പിച്ച് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്കി പറയാം. മുഅ്മിനീങ്ങൾ ഇങ്ങനെ അള്ളാഹിനെയും കാത്ത് നിൽക്കുക. കാരണം അവിടെ വിളിയാളം വിളിച്ചു പറഞ്ഞത് ഓരോരുത്തരും ആരെയാണോ ആരാധിച്ചവരെ കൂടെ പോട്ടേന്ന്. അപ്പോൾ എല്ലാവരും പോയി, മുസ്ലിങ്ങൾ മാത്രം ബാക്കിയായി. അപ്പോൾ അള്ളാഹ് അങ്ങനെ വന്നുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ പോകാത്തത്? എല്ലാവരും പോയില്ലേ? പോണവരൊക്കെ പോട്ടെ, ഓലൊക്കെ ഞങ്ങൾ ദുനിയാവിൽ തന്നെ ഒഴിവാക്കിക്കണം. ഇന്നത്തെ എല്ലാവരും ഞങ്ങൾക്ക് ഓല വേണ്ടത് ദുനിയാവിലായിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ അള്ളാഹ്ക്കും വേണ്ടി ഓലൊക്കെ ഒഴിവാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ റബ്ബിനെ കാത്തുക്കുക എന്ന് പറയുമ്പോൾ ഫയതീഹുൽ ജബ്ബാറു അസ്സ വജല്ല, അള്ള വരും ഫി ഗൈരി സൂറത്തിലെത്തി യരിഫൂന, അവർ അള്ളാഹിനെ അറിയാത്തൊരു രൂപത്തിൽ. അള്ളാഹിനെ കുറിച്ചുള്ള അവരുടെ ഒരു ധാരണ ഉണ്ടല്ലോ, ആ ധാരണയിലല്ലാത്ത ഒരു കോലത്തിലാണ് അള്ളാഹുത്തോട് വരിക. ഫയക്കൂലോട് അള്ള പറയും, ഞാൻ റബ്ബക്കും, ഞാൻ നിങ്ങൾ റബ്ബാണ് കേട്ടോ എന്ന്. മുസ്ലിങ്ങളോട് അള്ള വന്നിട്ട് ഖിയാമത്ത് ഇങ്ങനെ പറയും, മുഅ്മിനീങ്ങളെ അള്ളാഹിനെ കാത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വന്നിട്ട് അള്ള പറയണം, ഞാൻ നിങ്ങളെ റബ്ബാണ്. അപ്പോൾ മുസ്ലിം എന്താ പറയണമെന്നറിയോ? ജദീർ ഓർമ്മയുണ്ടോ? മുസ്ലിങ്ങൾ എന്താ അള്ളാഹോട് പറഞ്ഞാൽ ഫയഖൂലു നഅൂദു ബില്ലാഹി മിൻക, ഞങ്ങൾ അള്ളാഹിനോട് അഭയം തോന്നുന്നു നിന്നത്തോട്ട്. ഇജ്ജ് ആരാണ്? അള്ളാഹിനെ അവർക്ക് അറിയാത്ത കോലത്തിലാണ്. ഇജ്ജ് ഞങ്ങളെ പറ്റിച്ചാൻ വന്നതാണ്, ഇജ്ജ് ആരാ? ഞങ്ങൾ അള്ളാഹിനോട് ശരണം തൊടുന്നു നിന്നത്തോട്ട് എന്നാണ് അള്ളാഹിനോടാണ് ഈ പറയുന്നത്. ഇങ്ങോട്ട് ഇങ്ങനെ പറയും, ഏയ് ആദാ മക്കാനുന അത്ത ഏത്തിയന റബ്ബുന, ഞങ്ങൾ റബ്ബ് വരട്ടെ, അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്, ഇജ്ജ് പോണത് പോയിക്കോറ്. ആ വന്ന റബ്ബിനോട്, അള്ളാഹിനോട്. ഫൈദ ജാ അറഫ്നാവും, റബ്ബ് വന്നാൽ ഞങ്ങളറിയും, ഞങ്ങളുടെ റബ്ബ് വന്നാൽ ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെ റബ്ബിനെയാണ്. ഫൈക്കാരു ഫീമ താരിഫുന റബ്ബക്കും, എങ്ങനെ ഞങ്ങളെ റബ്ബിനെ ഞങ്ങൾ അറിയാമെന്ന് ചോദിക്കുക അവരോട്. ഏയ് ഈ റൈത്ത് മുമ്പ് കണ്ടാൽ എങ്ങനെ ഞങ്ങൾ അറിയാമെന്ന് തിരിച്ചറിയാം, എങ്ങനെ ഞങ്ങൾ റബ്ബിനെ ഞങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ കാലോ മുസ്ലിങ്ങൾ പറയാണ്, ബൈനനാവു ബൈനവു അലാമത്തുൻ, ഞങ്ങളുടെയും റബ്ബിൻ്റെ ഇടയിൽ ഒരു അടയാളമുണ്ട്. ഇൻ റഅയ്നാഹു അറഫ്നാഹു, അത് കണ്ടാൽ ഞങ്ങൾ തിരിച്ചറിയും. അപ്പോൾ കീല ചോദിക്കണം, ഉമ്മാ ഈ അലാമത്ത് എന്താന്ന്? ഒക്കെ മത്സരീന്ന് നമ്മളോട് ചോദിക്കണതാണ്. കാലൂർ പറയും, യുക്സഫു അൻ സാഖ്, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ഒരു ഭയങ്കരമായ അവസ്ഥയെന്ന് ശരിക്കും ലഫ്ലർത്ഥം. പിന്നെ സാക്കുണ്ടല്ലോ, കണങ്കാലിനെ തൊട്ട് തുണി മാടി കയറ്റുകയെന്ന്. ഒരു ഭയങ്കര പരിപാടിക്കൊക്കെ ഒരുക്കുമ്പോൾ മാടി ഇങ്ങോട്ട് കയറ്റില്ല ആളുകൾ എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായ അവസ്ഥ ഉണ്ടാവും. കാണലോടുകൂടെ ഞങ്ങളൊക്കെ സുജൂദിലേക്ക് വീഴുമാറുള്ള ഭയങ്കരമായ ഒരു മഹത്വത്തിൻ്റെ അവസ്ഥ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് കാണലോടുകൂടെ കണ്ടലൊക്കെ സുജൂദിക്ക് അത്ര ഭയാനകമായ മഹത്വത്തിൻ്റെയും ഗാംഭീര്യത്തിൻ്റെയും ഒരു അവസ്ഥ അപ്പം ഉണ്ടാവും എന്നാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അതാണ് അടയാളം എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ കാണുന്നവർക്കൊന്നല്ല അള്ളാഹ് വരല്, അള്ളാഹിനോടായി പറയുന്നത് കേട്ടോ, മറക്കണ്ട. അങ്ങനെ കിടയിൽ ഇപ്പോൾ എത്തിഹിമുല്ലാഹു, അള്ളാഹ് വരും ഫി സൂറത്തിലെത്തി യാരിഫുന, ഇവർക്ക് പരിചിതമായ കോലത്തിൽ. ഇപ്പോൾ യതജല്ലാലഹും യൽഹഖു, അങ്ങനെ അള്ളാഹു തആല ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അള്ളാഹു തആല അവരിലേക്ക് പ്രത്യക്ഷനാവും. യൽഹഖു, ചിരിച്ചുകൊണ്ടാണ് വരിക. ഫയഖൂലു, ഇങ്ങോട്ട് അള്ളാഹ് പറയാൻ റബ്ബക്കും, ഞാനിതാ നിങ്ങളെ റബ്ബാണ്. ഫയഖൂലുന, അപ്പോൾ മുഅ്മിനീങ്ങൾ പറയും, അൻത റബ്ബുന, നീ ഞങ്ങളെ റബ്ബാണ്. ഫലാ യുകല്ലിമുഹു ഇല്ലൽ അംബിയാഉ, അമ്പിയാക്കന്മാരല്ലാതെ ആരും അള്ളാഹിനോട് സംസാരിക്കില്ല കേട്ടോ.
അവരവരെ നമ്മളൊന്നും സംസാരിക്കുന്നില്ല, അല്ലാണ് അമ്പ്യാക്കന്മാരാണ് സംസാരിക്കുക. ഫയുക്സഫു അൻസാഖ് ഫയക്സിഫു അൻസാഖിഹി, അങ്ങനെ ആ നേരത്തെ പറഞ്ഞ ആ ഗൗരവമായ മഹത്വമാർന്ന അവസ്ഥ അവിടെ സംജാതമാകും. ഫയസ്ജുദു കുല്ലു മുഅ്മിനിൻ, എല്ലാ മുഅ്മിനീങ്ങളും സുജൂദിലേക്ക് പോകും. അപ്പോൾ എവിടുന്ന്? ഖിയാമത്ത് നാൾ മഹ്ശറിൽ നിന്ന്. വബക മൻകാന യസ്ജുദു ലില്ലാഹി റിയാൻ വസുമ്മത്തൻ, ഇവിടെ ലോകമാനത്തിന് വേണ്ടി സുജൂദ് ചെയ്യുന്നതിലൊക്കെ അങ്ങനെ തന്നെ അവിടെ നിൽക്കും. ഫയദബു, അങ്ങോട്ട് പോകും സുജൂദ് ചെയ്യാൻ വേണ്ടി. കൈമ യസ്ജുദു, സുജൂദ് ചെയ്യാൻ. പക്ഷെ ഫയഊദു ലഹ്റു തബക്കം വൈദ, അവൻ്റെ മുതുക് വളയിലാണ്. ഈ മുതുകിലുണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ വളക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഒലക്കൻ്റെ മാർക്ക് അങ്ങനെ നിൽക്കും. ഇവിടെ അള്ളാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെങ്കിലും സുജൂദ് ചെയ്തില്ലെങ്കിൽ അള്ളാഹിനെ കാണുമ്പോഴും സുജൂദ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലാത്തവരും അങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും. ഇത് ഖിയാമത്ത് നാളിൻ്റെ എന്നുള്ള ഒരു രംഗമാണ് മുഅ്മിനീങ്ങളെ. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞത്. വളരെ ആധികാരികമായ ഹദീസാണ്. ഇപ്പോൾ കണ്ടങ്ങൾ സത്യവിശ്വാസികൾക്കിടയിലും മജൂസികൾക്കിടയിലും മുശ്രിക്കീങ്ങൾക്കിടയിലൊക്കെ അല്ലാഹു തആല വിധിക്കുന്നതിൻ്റെ ഒരു രൂപമാണിത്. ഇങ്ങനത്തെ ഒരു വിധി വരാനിരിക്കുന്നുണ്ട്. അന്നൊക്കെ എല്ലാവരും ഞാൻ കണ്ടോളാം എന്നുള്ള ഒരു താക്കീതും മുന്നറിയിപ്പുമാണ് ഇപ്പോൾ ഈ പറയുന്നത്. തെളിവുകളൊക്കെ പറഞ്ഞു, അള്ളാഹിൻ്റെ ആസ്തിക്യത്തിൻ്റെ തെളിവ് പറഞ്ഞു, ഏകത്വത്തിൻ്റെ തെളിവ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇങ്ങോട്ടും അള്ളാഹിനെ പറ്റി തർക്കിച്ച് നടക്കണവരുണ്ട്, ദീനിനെ പറ്റി തർക്കിക്കണവരുണ്ട്, നിഷേധിക്കണവരുണ്ട്, ഓരത്ത് നിൽക്കണവരുണ്ട്. ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹു തആല നല്ലൊരു താക്കീത് നൽകുകയാണ്. ഒരു ഖിയാമത്ത് നാളുണ്ട്, അന്ന് ഇവർക്കിടയിലൊക്കെ ഞാൻ വിധി പറയും. മനുഷ്യന്മാർക്ക് ബുദ്ധി തന്നു, ബോധം തന്നു, ഇങ്ങോട്ട് അതിൻ്റെ കൂടെ നിന്നില്ല. ഈ തടീച്ചൻ്റെ കൂടെയും ശൈത്താൻ്റെ കൂടി നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഞങ്ങൾ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്നുള്ളത് എത്ര ഋജുവായ ഒരു സരണിയാണ്. കാരണം സൃഷ്ടിച്ചത് അവനാണ്, പരിപാലിക്കുന്നത് അവനാണ്. നിമിഷാനിമിഷം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അവനാണ്. അവിടെ അല്ലാഹു തആല നല്ല വിധി പറയും. അപ്പോൾ നല്ല ശുദ്ധമായ ആദർശത്തിൽ തൗഹീദിൽ അടിയുറച്ച് നിന്ന ആളുകൾക്ക് ഗംഭീരമായ വിജയം ഉണ്ടാവും. അള്ളാഹിനെ കാണലും അള്ളാഹുവിലേക്ക് ചിരിച്ചുകൊണ്ട് വരലും ആ അള്ളാഹു തആലക്ക് സുജൂദ് ചെയ്യലും. അങ്ങനെയാണ് നല്ല മുഅ്മിനീങ്ങൾക്ക് അപ്പോഴുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവും. പിന്നെ മുഅ്മിനീങ്ങളിൽ പെട്ട നല്ലോലും തമ്മടികളൊക്കെ ആ കൂട്ടത്തിലുണ്ട് തന്നില്ലേ, നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിമിൻ്റെ ഹദീസാണ്. ഒറ്റ കുട്ടി പോലും ഇല്ല അള്ളാഹിനെ കണ്ടുമുട്ടി സംസാരിക്കാതെ. അള്ളാഹിൻ്റെ അവൻ്റെ ഇടയിൽ യാതൊരു മറ ഉണ്ടാവില്ല, ഒരു പരിഭാഷകനും ഉണ്ടാവില്ല. തർജ്ജമക്കും നേർക്ക് നേരെ മുഖാമുഖമായി അള്ളാഹുമായിട്ട് സംസാരിക്കാത്ത ഒരുത്തനും ഉണ്ടാവില്ല. അപ്പോൾ അവൻ തൻ്റെ വലത്തെ ഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്ത കർമ്മങ്ങളെ കാണുള്ളൂ. ഇടത്തെ ഭാഗത്തേക്കും നോക്കും, അപ്പോഴും അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ഇടത്തെ ഭാഗത്തുണ്ടാവുള്ളൂ. നേരെ മുമ്പിലേക്ക് നോക്കുമ്പോൾ നരകം ഉണ്ടാവും. ഫത്തഖുന്നാറ വലോ ബിശക്കി തമ്ര, ഒരു കാരക്കൻ്റെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിച്ചോളി. ഇത് എല്ലാവർക്കും വരാൻ പോണ ഒരു സംഗതിയാണ്. റബ്ബിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് യാതൊരു മറയുമില്ലാതെ, ഒരു പരിഭാഷകനുമില്ലാതെ, ഹിജാബും തർജുമാനും ഇല്ലാതെ മുഖാമുഖം നിന്നിട്ട് അള്ളാഹിൻ്റെ മുമ്പിൽ സംസാരിക്കാത്ത ഒരുത്തനും ഉണ്ടാവില്ല. അപ്പോൾ തന്നെ മുമ്പിലേക്ക് നോക്കും, അവരെ കാണുള്ളൂ. അവിടെയാണ് ഖുർആന പറഞ്ഞത്, ഫയവും കല്ലാ ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. അപ്പോൾ എല്ലാവർക്കും നല്ല ബോധം വരും. വഅന്നാ ലഹു ദിക്റ, അപ്പോൾ ബോധം വന്നിട്ട് എന്ത് കാര്യമുള്ളത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഈ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരുക്കങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പറയും. ഏറ്റവും അധികം നാളെ ഖിയാമത്ത് നാൾ എന്ന് സങ്കടപ്പെടൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, ഇന്ന അശദ്ദന്നാസി ഹസറത്തൻ യൗമൽ ഖിയാമത്തി റജുലുൻ കസബ മാലൻ മിൻ ഗൈരി ഹില്ലിഹി, അനുവദനീയമായ മാർഗമല്ലാതെ പണം സമ്പാദിച്ച് അതിൻ്റെ കെയർ ഓഫിൽ നരകത്തേക്ക് പോകുന്ന ആളേക്കാരെ ഏറ്റവും ദുഃഖം അനുഭവിക്കുക എന്നാണ്. കാരണം ഈ പൈസക്ക് പോകാതെ സമ്പാദിച്ചു ഓൻ്റെ അരച്ചാണ് വയറിന് ദുഃഖപ്പെടുന്നു വേണ്ട, അതൊക്കെ കൂടെ സമ്പാദിച്ച് കൂട്ടിയിട്ട് ഓൻ പോയില്ലേ. ഹിസാബൊക്കെ അവനോട് ആസ്വദിക്കണമൊക്കെ ഇവിടെ അവൻ്റെ ശേഷമുള്ളവർ. ഓൻ്റെ അത്ര ദുഃഖം നാളെ ഖിയാമത്ത് നാളിൽ. ഇനി വേണമെങ്കിൽ അള്ളാഹു തആല ഓരോരുത്തരോടും ചോദിക്കണ ചോദ്യത്തിൻ്റെ ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് തർഗീബ് തർഹീബ് എന്ന കിതാബാണ്. ഖിയാമത്ത് നാളിൽ എന്നുള്ള പല രംഗങ്ങളും പറയുന്നുണ്ട്. ഒരു രംഗം ഇതിൽ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. അതെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയണേ, കാലു സ്വഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളെ റബ്ബനെ കാണുമോ എന്ന്. റബ്ബനെ കാണാൻ പറ്റുമോ എന്ന്. കാണാൻ പൂതിയായിട്ടാണേ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹനെ കാണാൻ പൂതി ഉണ്ടാവും.
എല്ലാ മോമിനിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അള്ളാനെ കാണണവർക്ക്. അപ്പോൾ ചോദിക്കുകയാണ് അള്ളാനെ കാണാൻ ചാൻസ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നബിതങ്ങൾ മറുപടി പറഞ്ഞാൽ എന്താ അറിയോ? അൽ തുള്ളാറുനഫി റൂയത്തി ഷംഷിഫിൽ ലഹീറത്തി. നട്ടുച്ച സമയത്ത് സൂര്യനെ കാണാൻ എവിടെയെങ്കിലും വല്ല തടസ്സമുണ്ടോ? എല്ലായിടത്തും കണ്ടൂടെ? ഒന്നിൻ്റെ ഒന്ന് മാസം കാണും പോലെയാണോ? അല്ലല്ലോ, എല്ലായിടത്തും കണ്ടൂടെ? മേഘമൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു എല്ലാവർക്കും കാണാൻ നബി, ഒരു തടസ്സം ഉണ്ടാവല്ലോ. എന്നാൽ എന്ന മാർക്ക് ലൈലത്തുൽ ബദറിൽ 14 രാവിൻ്റെ രാത്രിയിൽ ചന്ദ്രൻ എല്ലാവർക്കും കണ്ടൂടെന്ന് ചോദിച്ചു, മേഘമൊന്നും ഇല്ലെങ്കിൽ. അപ്പോഴും പറഞ്ഞു അതേന്ന്. എന്നിട്ട് നിബിധങ്ങൾ പറയാണ് ഫവല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹുത്തലയാണ് സത്യം, ലാ തുളാറൂന ഫീ റൂയത്തി റബ്ബിക്കും, റബ്ബിനെ കാണുന്നതിൽ ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും കാണാം. ഇല്ലാ കമാ തുളാറൂന ഫീ റൂയത്തി അദീമ ഫയൽക്കൽ അബ്ദു റബ്ബഹു, അവിടെ ഒരു അടിമ തൻ്റെ റബ്ബിനെ കാണും. കാണുമ്പോൾ ഫയഖൂലു, ആ റബ്ബ് അടിമനോട് ചോദിക്കും ഐ ഫുലു, ഫുലു എന്ന്, ഫുലു പറഞ്ഞിട്ട് ഫുലാനെ എന്ന്, എടാ ഇന്നാലിന്നവനെ എന്ന്. ഇപ്പോൾ ജദീറിനോടാണെങ്കിൽ ജദീറെ അല്ല വിളിക്കണം, അല്ല മുക്രിം കാ, ഞാൻ നിന്നെ ആദരിച്ചിരുന്നില്ലേ, ഉസവ്വിദ് കാ, ഞാൻ നേതാവാ സയ്യിദാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് അധികാരവും സ്ഥാനമൊക്കെ തന്നിരുന്നില്ലേ, ഉസവ്വിജ് കാ, ഞാൻ നിനക്ക് ഇണയെ തന്നില്ലേ, കല്യാണമൊക്കെ അല്ല തന്നതല്ലേ അതൊക്കെ. ഉസഖർ ലക്കൽ ഖൈല വല്ലിബില, എനിക്ക് ഞാൻ കുതിരനെയും ഒട്ടകത്തെയും ഒക്കെ കീഴ്പ്പെടുത്തി തന്നിരുന്നില്ലേ, നീ പിടിച്ചോടത്ത് ഇങ്ങനെ കിട്ടുമല്ലോ കുതിരയും ഒക്കെ, അങ്ങനെയാണല്ലോ, ഒക്കെ നമുക്ക് വിധേയമാക്കി തന്നാണല്ലോ. അന്ന് പിന്നെ കാറും ഒന്നും ഇല്ല കേട്ടോ. അതർക്ക തെർബവും, നീ നേതാവായി ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഞാൻ നിന്നെ വിട്ടിരുന്നില്ലേ, നാട്ടിലത്തെ നേതാവായി വണ്ടിയുണ്ട്, അധികാരമുണ്ട്, അംഗീകാരങ്ങളുണ്ട്, അങ്ങനെ ഇങ്ങനെ നടന്നിരുന്നില്ലേ, ഇതൊക്കെ ഞാൻ തന്നതില്ലേനോ. ഫയക്കൂലു, ഇയാൾ പറയും ബലാ യാ റബ്ബി, അതെ റബ്ബി അതൊക്കെ തന്നിരുന്നു. ഫയക്കൂലു, അപ്പോൾ അള്ളാഹുതആല ചോദിക്കും അലനന്ത അന്നക മുലാക്കിയ, എന്നെ ഇങ്ങനെ കണ്ടുമുട്ടുന്നുള്ള വല്ല ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളൊരു ഇതൊക്കെ തന്ന എന്നെ, ഈ നിയമത്തൊക്കെ തന്ന എന്നെ കണ്ടുമുട്ടി ഇതിൻ്റെ കയ്യും കണക്കൊക്കെ പറയേണ്ടിയിരുന്നുള്ള വല്ല അന്തം എനിക്ക് ഉണ്ടായിരുന്നോ എന്ന്. ഫയക്കൂലു, അഭിഭം പറയണില്ല, ഉണ്ടായിരുന്നില്ല. ഫയക്കൂലു, അപ്പോൾ അള്ളാഹ് എന്താ പറയാന്നറിയോ? ഇനി അൻസാക്ക കമാ നസീതനി, നീ എന്നെ വിസ്മരിച്ചതുപോലെ നിന്നെ ഞാനും വിസ്മരിക്കുന്നു. എനിക്ക് നോർമല്ലേനല്ലോ, ഈ നിയമത്തൊക്കെ കിട്ടിയപ്പോൾ അള്ളാഹ്നെ ഓർത്തില്ല. സുലൈമാൻ നബി പറഞ്ഞതാണ് ഇത് അള്ളാഹിൻ്റെ ഫضലാണ്. വേറെ സമയത്ത് സുലൈമാൻ നബി ഇങ്ങനെയും പറയുന്നുണ്ട്, റബ്ബി ഔസിനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ അരുളിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ തോന്നിപ്പിക്കണേ പടച്ചോനെ. അല്ലെങ്കിൽ ഖിയാമത്ത് നാളിൽ പ്രശ്നമാണ്, ഈ നിയമത്തൊക്കെ പാരായിട്ട് വരും. അതും സുലൈമാൻ നബി തരുന്നതാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും ദുനിയാവിൽ കൊടുത്ത ആൾ സുലൈമാൻ നബിയാണ്. ഭൗതിക വിഭവങ്ങൾ നമ്മൾ റസൂലുള്ളാഹിക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി വേണ്ടായിരുന്നു, ഞാനൊരു അടിമയായ പ്രവാചകനാണത്, ഒരു രാജാവായ പ്രവാചകനാകാൻ ഉദ്ദേശിക്കണില്ല എന്ന് ആര് പറഞ്ഞു? സുലൈമാൻ നബി രാജാവായ പ്രവാചകനായിരുന്നു. അങ്ങനെ വലിയ വലിയ സൗകര്യങ്ങൾ കിട്ടിയപ്പോൾ കണ്ടങ്ങൾ ബോധം അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടി വരും. അതുകൊണ്ട് നിയമത്തിനുമ്പോൾ പേടിയാണ്, പടച്ചോനെ ശുക്ർ ചെയ്യാൻ തോന്നിപ്പിക്കണേ പടച്ചോനെ. ആര്? സുലൈമാൻ നബി. നിങ്ങൾ കേട്ടില്ല റസൂലുള്ളാഹിൻ്റെ ചരിത്രത്തിൽ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഫാറൂഖ് മുമ്പാടെ ഒരു അൻസാരിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ചോദ്യം ഉണ്ടാവും കേട്ടോ, ഇതിനെക്കുറിച്ച് അള്ളാഹിൻ്റെ മുമ്പിൽ ചോദ്യം ഉണ്ടാവും. ഈ നിയമത്തിന് പട്ടിണി കിടന്നവരായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചവരായി നിൽക്കാണ് തിരിച്ചു പോകുന്നത്, ഇതിനൊക്കെ നിങ്ങൾ നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാവും കേട്ടോ. ഇതാണ് ആ ഓർമ്മൻ്റെ അടയാളം. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചെല്ലാം ഓർമ്മ ഉണ്ടല്ലോ, അതിൻ്റെ അടയാളം ഇതാണ്. നമുക്കൊക്കെ അങ്ങനെ വലിയ ഓർമ്മയുണ്ടോ? നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ടേബിൾ നിറച്ച് വിഭവങ്ങളാണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചേലാറെ ബാക്കി അങ്ങോട്ട് കൊണ്ടുപോവാണ്, തിന്നിട്ട് കഴിയണില്ല. ആ ഒരു സമയത്ത് ഒരു മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹ് അത്വഅമനി ഹാദാ മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ, അള്ളാഹിനോട് ഓർമ്മയുണ്ടോ? അവർ ആത്മവിചാരണ നടത്തിക്കോളി. അപ്പോൾ എത്താ അവിടെ മറുപടി നമ്മൾ പറയാതെ നമുക്ക് അപ്പം മനസ്സിലാക്കാം. എനിക്ക് എന്നെ കണ്ടുമുട്ടുന്നുള്ള വലിയ ബോധം ഉണ്ടായിനോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ ഇല്ല എന്നാണ് ചിലരൊക്കെ പറയണത്. നമ്മളെ ഇതിലെ പെടുക നമുക്ക് ഇപ്പം തന്നെ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് കിട്ടിയാലും അള്ളാഹിനെ ഓർമ്മണം, എന്ത് അപ്പോൾ ഇത് അള്ളാഹ് തന്നതെന്നുള്ള മാഷാ അള്ളാഹ്. ഇനി നിങ്ങൾക്ക് ഞാൻ വേറെ ആളോട് അള്ളാഹ് ചോദിക്കണമെന്ന് പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ ഇതിനിടയിൽ അള്ളാഹു തആല
മൂന്നാമത്തെ ഒരാൾ വിളിച്ചു ഐ ഫുലു ഫുലോ ഫുലോ തന്നെയാണ് ഫുലാനേന്ന്. അല്ല മുക്രിമിക്കാവ ഉസവ്വിദ്ക്കാവ ഉസവ്വിജിക്ക, ദുനിയാവിൽ എനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നില്ലേ, ഇണന് തന്നു, വാഹനം തന്നു, വൊസഹർലക്കൽ ഹൈറ വലുവില, എല്ലാം തന്നു, അധികാരം തന്നു, അംഗീകാരം തന്നു, അതൊക്കെ തന്നില്ലേ, ബലായ റബ്ബി തന്നിരുന്നു പഠിച്ചാനേന്ന് ഇയാൾ. ഫയക്കോലോ, അപ്പോൾ അത് ചോദിക്കും അതനത്തെ അന്നൊക്കെ മുലാക്കിയ, എന്നെ കണ്ടുമുട്ടുന്നുള്ള വിചാരം എനിക്കുണ്ടായിരുന്നു. കേൾക്കണം നിങ്ങൾ. ഫയക്കോലു, ഇവൻ പറയും ഐ റബ്ബ്, എൻ്റെ റബ്ബേ, ആമൻ തുബിക്ക, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചിരുന്നു, ഒവി കിതാബിക്കാൻ നിൻ്റെ കിതാബ് കൊണ്ടും, ഒവി റുസുലിക്കാൻ നിൻ്റെ മുർസലീങ്ങളെ കൊണ്ടും, വസല്ലൈതു വസുംതു, ഞാൻ നിസ്കരിച്ചിരുന്നു, നോമ്പ് പോറ്റിരുന്നു, തസദ്ദഖ്തു, സ്വതക്ക കൊടുത്തിരുന്നു, എല്ലാം കൊടുത്തിരുന്നു. വൈസ്നി ബി ഖൈരി മസ്തത, കൈനത്ര എല്ലാ കാര്യങ്ങളും ഇയാളോട് പറയാൻ തുടങ്ങും. അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ഈത്തിക്കാഫ് ഇരുന്നിരുന്നു, ഖുർആൻ ക്ലാസ് കേട്ടിരുന്നു, ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു, ഒക്കെ പറയാലോ, എല്ലാം പറയാം. അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണെന്നൊക്കെ പറയാണ്. ഇയാൾ കഴിച്ചില്ലേണില്ലേ, കേട്ടിട്ട് പോയാമോ? എന്നാൽ കേട്ടോ, എല്ലാം ശ്രദ്ധിച്ച് കേട്ടോ. ഫയക്കൂല, അപ്പോൾ അള്ള പറയും ഹാഹുന, ഇതെന്നാ ചേട്ടാ നിൽക്കുക, അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഇപ്പം പറഞ്ഞു ചിങ്ങിച്ചോടെ നിൽക്കുക. അല്ലാന നബത്ത് സായുധനലേക്ക, നിനക്കൊരു സാക്ഷി വേണം, നിനക്കെതിരെ ഒരു സാക്ഷി. അലയിക്കേണ്ട അർത്ഥം അങ്ങനെയാണ്. അലയിക്കാൻ നിനക്കെതിരെ കേടായിട്ട് സാക്ഷ്യം വയ്ക്കുന്ന ഒരാളൊപ്പം ഞാൻ കാണിച്ചു തരാം. എന്താണ് ആ കോടതി കാര്യം? ഇതൊക്കെയാണ് ചെയ്ത കാര്യങ്ങളാണ്. ഇയാൾ നിസ്കരിച്ച ആളാണ്, നോമ്പോറ്റ ആളാണ്, കൊടുത്ത ആളാണ്. അള്ള പറയണ ഇച്ചോട് നിൽക്കേ, എനിക്കെതിരെ പ്രതികൂലമായിട്ട് സാക്ഷി പറയുന്ന ഒരാളൊപ്പം ഞാൻ കാണിച്ചു തരാമെന്ന്. ഫയത്തഫക്കറു ഫി നഫ്സി, അപ്പോൾ ഇയാൾ ഇങ്ങനെ ആലോചിക്കണം, മന്ദല്ലത് യശദ്, ആരാണ് ഇപ്പം എനിക്കെതിരെ കേടായിട്ട് സാക്ഷ്യം വയ്ക്കുക? കാരണം ആളുകളൊക്കെ തന്നെ ഞാൻ ഇതൊക്കെ നിസ്കരിച്ച ആളാണെന്നൊക്കെ അംഗീകരിച്ചതാണല്ലോ അന്ന്, ദുനിയാവെന്ന് എല്ലാവരും അംഗീകരിച്ചണല്ലോ. അതോടുകൂടെ യുക്തം വലാഫി, അയാളെ വായ്ക്ക് സീൽ വെക്കും. വൈക്കാലി ഫഹദ്, അയാളെ കാലിൻ്റെ തുടനോട് പറയും ഇന്ത്യക്ക് സംസാരിക്കാൻ. ഫയന്തിക്കു ഫഹദുഹു വലഹമു വൈലാമു ബി അമലി, അവൻ്റെ തുടയും ഇറച്ചിയും അവൻ്റെ എല്ലുമൊക്കെ അവൻ ചെയ്ത കർമ്മങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. പുറത്തുനിന്നുള്ള തെളിവൊന്നുമല്ല, സ്വന്തം തന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങും കാട്ടിക്കൂട്ടിയതൊക്കെ. ഇപ്പം നമ്മൾ ആ ജോലിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് പറയും ഞാൻ അമ്മായിമാൻ അങ്ങനെ കൊന്നു, അമ്മഷക്കൻ അങ്ങനെ കൊന്നു, ആണ്ട് പറയാൻ തുടങ്ങും. അതിൽ യുഅ്ദറമിൻ നഫ്സി, എല്ലാ ഒഴികഴിവും എന്നതോട് നീക്കാനാണ് ഓനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. വേറെ ആരെയും സാക്ഷ്യം വഹിച്ച അവനെന്തിനൊക്കെ പറയണ്ടാവില്ലേ, ഓനെ കൊണ്ട് തന്നെയാണ് പറയിപ്പിച്ചത്. ഇതൊക്കെ കുറേ എത്ര സ്ഥലത്ത് പറയണം. ഇതാണ് ആ കോടതി മുഅ്മിനീങ്ങളെ. അപ്പോൾ എന്തേ ഉള്ളൂ മാർഗം? അങ്ങനെ ഒരു കോടതി ഉണ്ട് എന്ന് പേടിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക. ഇതെന്താ പറ്റിയെന്ന് അറിയാം, ഇത് വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇത് മുനാഫിക്കായിരുന്നു. കാര്യങ്ങളൊക്കെ നല്ലതൊക്കെ ചെയ്യും, മുനാഫിക്ക് പള്ളിയിലൊക്കെ ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവില്ല, ഡൗട്ടാ ഉണ്ടോ ഇല്ല എന്നുള്ള ഡൗട്ടിൽ ഇങ്ങനെ ഈ ഭാഗത്തിരിക്കുകയാണ്. ഈമാനല്ല, ഈമാൻ വേണം, നന്മ ചെയ്താൽ മാത്രം പോരാ. ആ കിയാമന്നാളിനെ തൊട്ട് പേടിച്ച് അതിന് ത്യാഗം ചെയ്യുക. ഞാൻ അതിൻ്റെ ചരിത്രങ്ങളൊന്നും ഈ കിതാബിൽ പറഞ്ഞു. മിഷ്കാത്ത് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, മുഅ്മിനീങ്ങളെ, നബി എനിക്ക് അടിമകളുണ്ട്, ഓലെന്നെ പറ്റിച്ചും വഞ്ചിക്കും ചെയ്യും, എന്നോട് കളവൊക്കെ പറയും, അപ്പം ഞാൻ ഓരോ ചീത്ത പറയും ചെയ്യും, അടിച്ചും ചെയ്യും. നാളെ കിയാമന്നാൾ വരുമ്പോൾ എന്താ ഇക്കറ അതിൻ്റെ അവസ്ഥ എന്ന് തങ്ങൾ അയാളോട് പറയാണ്. അവർ നിന്നെ ദ്രോഹിച്ചതിന് കറക്റ്റായ തിരിച്ചടിയാണ് നീ കൊടുത്തതെങ്കിൽ യക്കൂനു കഫാഫൻ, അത് ബറാബറാവും, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. ഐറ്റങ്ങൾ ചെയ്തതിലേറെ നിൻ്റെ പ്രതിക്രിയകൾ കുറച്ച് ഓവറായിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് ആ അടിമകൾക്ക് വേണ്ടി നിന്നിൽ നിന്ന് പ്രതിക്രിയ ചെയ്യപ്പെടും, കിസാസ് അങ്ങോട്ട് എടുക്കും. നേരെ മറിച്ച് അല്ല, ഓല് ചെയ്തതിന് അത്ര ഉണ്ടായില്ല നിൻ്റെ തിരിച്ചടി, ശിക്ഷ കുറഞ്ഞൊക്കെയാണെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങോട്ടും തിരിച്ചടി ഉണ്ടാവും. ഓല അമ്മലൊക്കെ എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അതിൽ ഇയാളാണ് കരയാൻ തുടങ്ങി. ഇയാളാണ് കരഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, എന്നാൽ എനിക്ക് നല്ലത് തൽക്കാലം അടിമകൾ വേണ്ട, അടിമകളെ ഇതുക്കല്ലി മോചിപ്പിച്ചു എന്നാണ്. അയാളെ അടിമകളൊക്കെ അയാൾ കിയാമന്നാൾ പേടിച്ചിട്ട്. അതാണ് കിയാമന്നാൾ പേടിക്കണ ഒരു ഉദാഹരണം. പിന്നെ ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മന്ദല്ലദി യുക്രിദുല്ലാഹ ഖർദൻ ഹസന, ആരാണ് അള്ളാഹു തആലക്ക് വേണ്ടി വിശിഷ്ടമായ കടം കൊടുക്കുകയെന്ന് സൂറത്തെ ഹദീലായത്താണ്. അത് കേട്ടപ്പോൾ അബൂ ദഹദാ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബി അള്ളാഹ് നമ്മോട് കടം ചോദിക്കുന്നുണ്ടോ? വിശിഷ്ടമായ കടം, അള്ളാഹിൻ്റെ വജഹ് മാത്രം ഉദ്ദേശിച്ച് കൊടുക്കണതിനാണ് അത് പറയാം. അള്ളാഹ് നമ്മോട് കടം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഉടനെ നബി തങ്ങളോട് ഈ അബൂ ദഹദാ പറയണമെന്നാൽ അങ്ങയുടെ ആ പരിശുദ്ധ കൈ ഒന്ന് നീട്ടിത്തിരി നബി. ആ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ തോട്ടം ഞാൻ അള്ളാഹ്ക്ക് കടം തന്നിരിക്കുന്നു.
ആ തോട്ടത്തിൽ 600 ഈത്തപ്പന മരങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇരിക്കക്കൂരയിലായിരുന്നു. ഭാര്യൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇറങ്ങിക്കോ, ഈ തോട്ടം ഞാൻ ആർക്ക് കടം കൊടുത്തതാണ്. അല്ലാഹു തആലക്ക് കടം കൊടുത്തിരിക്കുന്നു. ഓലൊക്കെ വരും ചെയ്യാമെന്നാണ്. അതിനെപ്പറ്റി സൂറത്ത് ഹദീദിൽ പറഞ്ഞ ശൈലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു തരാൻ പോകുന്നത്. അറിഞ്ഞിരിക്കാനല്ലാതാണ്. അതൊക്കെ കിയാമന്നാളിനും വേണ്ടി ആളുകൾ ചെയ്തതിൻ്റെ ശൈലിയാണ്. ഇടോക്കി മന്ദല്ലദീ യുക്രിദുല്ലാഹ ഖർദൻ ഹസന, ആരാണ് അല്ലാഹു തആലക്ക് വേണ്ടി ഉത്കൃഷ്ടമായ കടം കൊടുക്കാൻ തയ്യാറുള്ളത്? കൊടുത്തോണ്ട് ഇങ്ങനെ ലോകമാനത്തിന് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ കൊടുത്തങ്ങനെ എടുത്തു പറയാം, അതൊന്നും അതിൽ പെടൂല. ഉത്കൃഷ്ടമായ വിശിഷ്ടമായ കടം ഫയുളായിഫഹു ലഹു, അവനക്ക് അല്ലാഹു തആല ഇരട്ടി ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. വലഹു അജ്റുൻ കരീം, അവനക്ക് നല്ല ആദരണീയമായ പ്രതിഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, വിശ്വാസികളെയും വിശ്വാസിനികളെയും നീ കാണുന്ന നാളിൽ യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം പരക്കുന്നതായിട്ട് ബൈന ഐദിയും, അവരുടെ മുമ്പിലും വബി ഐമാനിയും, വലത്തേ ഭാഗത്തും, മുഅ്മിനീങ്ങളുടെ മുമ്പിലും വലത്തേ ഭാഗത്തും പ്രകാശം. അന്ന് അവരോട് ഇങ്ങനെ അരുളപ്പെടും, ബുഷ്റാക്കുമുൽ യൗമ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്കുള്ള ബുഷ്റ, സന്തോഷ വാർത്ത, ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അടിയിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളാണ്. ഖാലിദീന ഫിഹ, അതിൽ നിങ്ങൾ നിത്യവാസികളുമാണ്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാകുന്നു ഗംഭീരമായ വിജയം. ഇതാണ് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ആ സ്വഹാബി ഇരിക്കക്കൂരടക്കം കൊടുക്കാൻ തയ്യാറായത്. അതേ സമയത്ത് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു, മുനാഫിക്കുകളും മുനാഫിക്കാത്തുകളും, കപട വിശ്വാസികളും വിശ്വാസിനികളും പറയും ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളോട്, ഉൻദുറൂന, നിങ്ങൾ ഞങ്ങളെ ഭാഗത്തുകൊന്ന് നോക്കണേ, നക്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ പ്രകാശം അല്പം ഞങ്ങൾ പകർന്നെടുത്തോട്ടെ. കീല പറയപ്പെടും, ഇർജിയോ വറാക്കും, നിങ്ങൾ പുറകിലേക്ക് പോയിക്കോളി, ഫൽത്തമിസ് നൂറ, അവിടെ വല്ല പ്രകാശം കിട്ടും നോക്കിക്കോളിന്ന്. ഫദുരിബ ബൈനഹും ബിസൂരിൻ, അങ്ങനെ അവർക്കിടയിൽ ഒരു മതിൽ വരും, ലഹു ബാബുൻ, ആ മതിലിനൊരു കവാടമുണ്ടാകും, ബാത്തിനഹു ഫീഹി റഹ്മ, ആ കവാടത്തിൻ്റെ അകത്തെ ഭാഗത്തുള്ള എൻ്റെ കാരുണ്യമാണ്, സ്വർഗമാണ്, വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്, പുറത്തെന്താണ്, നരകമാണ്. അങ്ങനത്തെ ഒരു മതിലൂടെ വന്നു, മുഅ്മിനീങ്ങൾ ഉള്ളിലുമായി, ഇവർ പുറത്തും ആയി. അപ്പോൾ യുനാദൂനഹും, ഇവരങ്ങോട്ട് വിളിച്ചു പറയാണ്, ഈ മുനാഫിക്കീങ്ങൾ മതിലിൻ്റെ അപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് സ്വർഗത്തേക്ക് വിളിച്ച് പറയാണ്, അലം നക്കും മാക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ. മുനാഫിക്കുകൾ പള്ളിയിലൊക്കെ ഉണ്ടാവുകയെ, നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും. സുബൈക്കാണല്ലോ ഇല്ല, അതൊക്കെ സുബൈക്കും ഇഷാക്കും ഉണ്ടായാലും കുറവാണെന്ന് അന്നത്തെ മുനാഫിക്കുകൾ. അലം നക്കും മാക്കും, ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ കാലം മുഅ്മിനീങ്ങൾ പറയും, ബല ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാത്തിനും ഉണ്ടായിരുന്നു. വലാകിന്നക്കും ഫതൻതും അൻഫുസക്കും വതറബസ്തും വത്തബത്തും വഗറത്തുകുമുൽ അമാനിയു ഹത്താ ജാ അംറുല്ലാഹ് വഗറക്കും ബില്ലാഹിൽ ഗറൂർ ഫൽയൗമ ലാ യു, അങ്ങനെ പറയണം മുഅ്മിനീങ്ങൾ. അപ്പം അതുകൊണ്ട് നല്ല അചഞ്ചലമായ വിശ്വാസത്തോടെ നോമ്പിനെ പറ്റി പറഞ്ഞില്ലേ, മൻ സ്വാമ റമളാന ഈമാനൻ, നല്ലോണം വിശ്വസിച്ചും കൂലി ആഗ്രഹിച്ചും നോമ്പ് വെച്ചാൽ ഓക്കെ. എന്നമാർക്ക് മൻ കാമ റമളാന, തറാവി നിസ്കാരം ഉണ്ടല്ലോ, വിശ്വസിച്ചും കൂലി ആഗ്രഹിച്ചും ഒരാൾ തറാവി നിസ്കരിച്ചാൽ ഓരോ ദോഷങ്ങളൊന്നോ പുറപ്പെടും, ഓനൊക്കെ അതോടെ ഉണ്ടാവും. വിശ്വാസം ഒന്നുമില്ലാതെ തൊഴിലായിട്ട് പള്ളിക്ക് പോവുക, റമളാൻ മാസം വന്ന് അങ്ങനെയാണ്. അതിൽ വിശ്വാസം ഉണ്ടായിട്ടോ കൂലി ആഗ്രഹിച്ചിട്ടൊന്നുമില്ല, പള്ളിയിൽ പോവുക, തറാവി നിസ്കരിക്കുക, പോരുക. കൂലി ആഗ്രഹിച്ചിട്ടും വിശ്വസിച്ചിട്ടൊന്നും അല്ലാത്തതിൻ്റെ ഒരു അടയാളമാണ് എവിടെയാണ് പെട്ടെന്ന് തറാവി കഴിയാന്ന് നോക്കൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. എവിടെ വേഗം കഴിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അല്ലാഹു തആലയുടെ വിചാരണങ്ങൾ കണ്ടില്ലേ, ഈ വിചാരണ ചെയ്തതൊന്നും ഇപ്പോൾ നല്ലപോലെ പറ്റിയല്ല. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ഒക്കെ ചെയ്തിന് പറഞ്ഞ ആൾ, അയാളിപ്പോൾ എന്താണ്, മുനാഫിക്കാണ്. അപ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കണം അറിയാം ഞങ്ങൾക്ക്, അതൊരു മുന്നോട്ട് നിർത്താം ആ വിഷയം. നമ്മൾ പ്രതീക്ഷിക്കണം അല്ലാൻ്റെ വിചാരണ ഇല്ലാതിരിക്കില്ല. അല്ലാഹു തആലയുടെ വിചാരണ ഇല്ലാത്ത സുഖത്ത് ഗുണമുണ്ടല്ലോ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതിന് 3 അമലാണ് പ്രധാനമായിട്ട് വന്നത്. ഒന്ന് തഹജ്ജുദ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. പിന്നൊന്ന് സന്തോഷം ഉണ്ടാകുമ്പോഴും സങ്കടങ്ങളുണ്ടാകുമ്പോഴും അല്ലാഹനെ സ്തുതിക്കുക, അങ്ങനത്തെ കാണും. പിന്നെ ഒന്ന് കച്ചവടങ്ങളും ഏർപ്പാടുകളൊന്നും ഇഖാമു സ്വലാത്തിനെ തൊട്ട് അശ്രദ്ധമാക്കാതിരിക്കുക. ഈ 3 കൂട്ടക്കാർക്ക് ഏതില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് വിചാരണ. ഇനി ഒരു ഹദീസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, അല്ലാഹ് ശ്രദ്ധിച്ചോളി. മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായിട്ട് അള്ളാഹിനെ കണ്ടുമുട്ടണം എന്ന് ആർക്കെങ്കിലും പോതിണ്ടെങ്കിൽ ഫൽ യുഹാഫിദ് അലാ ഹൗലായി സ്വലവാത്തി,
ഈ നിസ്കാരങ്ങൾ മേലും നല്ലോണം ശ്രദ്ധിച്ചോട്ടെ. ഐസു വിനാദ ബീന വാങ്കോടെ കൊടുക്കണ അവിടെ പോയിട്ട് നിസ്കരിക്കാൻ, പേരെ നിസ്കരിക്കരുത്. നാളെ മുസ്ലിമായിട്ട് അള്ളാനെ കണ്ടുമുട്ടണമെന്ന് ബോധ്യമുള്ളവർ വാങ്ക് കൊടുക്കുന്നിടത്ത് പോയിട്ട് നിസ്കരിക്കട്ടെ എന്ന് റസൂൽ പറഞ്ഞു. എന്നിട്ട് ഇബ്നു മസ്ഊദാണ് ഇത് പറയണത്. അള്ളാഹു തആല നബിക്ക് എല്ലാ ഹുദയുടെ മാർഗങ്ങളും വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വാങ്ക് കൊടുക്കുന്നിടത്ത് പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇബ്നു മസ്ഊദ് പറഞ്ഞത് വലഖദ് റഅയ്തുന, ഞങ്ങളെ ഞാൻ കണ്ടു, സ്വഹാബികളെ, വമാ യതഖല്ലഫു അൻഹാ, നിസ്കാരത്തെ തൊട്ട് ജമാഅത്തിനെ തൊട്ട് പിന്തുമായിരുന്നില്ല ഇല്ലാ മുനാഫിഖുൻ, കപട വിശ്വാസികളല്ലാതെ. അന്ന് മുഅ്മിനീങ്ങളൊക്കെ ജമാഅത്തിന് പോകുമായിരുന്നു. ഇപ്പോൾ ജുമഅക്ക് തന്നെ എല്ലാവരും കൂടെ പോകണില്ല. ജുമഅക്ക് എല്ലാവരും കൂടെ വരികയാണെങ്കിൽ ഇപ്പോൾ പെരുന്നാളിൻ്റെ നേരം ഞങ്ങൾ തിരക്ക് എല്ലാ പള്ളിയിലും, ആ തിരക്കൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും കാണണ്ടേ. കുറേ ആളുകൾ വെള്ളിയാഴ്ച പള്ളിക്ക് പോകണില്ല എന്നുള്ള തെളിവല്ലേ. ഈ എല്ലാ പള്ളിയിലും സ്രാമ്പിയൊക്കെ ഫുൾ ആളാണല്ലോ പെരുന്നാളിൻ്റെ അന്ന്. എത്രയോ ആളുകൾ ജുമഅക്ക് പോകാത്ത ആളുകൾ. കേട്ടോ, ഈ ജമാഅത്തിൻ്റെ കാര്യമാണ് ഇബ്നു മസ്ഊദ് പറയുന്നത്. എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കും, മുനാഫിക്കുകൾ മാത്രമേ പങ്കെടുക്കാത്തുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ് വലഖദ് യുജാഉ ബിർറജുലി യുഹാദാ ബൈന ഇത്നൈനി, ആളുകൾ താങ്ങി പിടിച്ച് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ താങ്ങി നിന്നാണ്ട് ആളുകൾ കൊണ്ടുവന്നിട്ട് അത്തായുക്കമ്മ ഫി സൊഫി, സൊഫിൽ നിർത്തുമായിരുന്നു എന്ന്. നടക്കാൻ കഴിയാത്ത ആളുകൾ എഴുതുന്നുണ്ട്, ഓല് ജമാഅത്തിന് പോകാൻ തൊട്ട് എഴുതുന്നുണ്ട്. പക്ഷേ താങ്ങി പിടിച്ചിട്ട് രോഗികളൊക്കെ കൊണ്ടുവന്നിട്ട് സൊഫിൽ നിർത്തലുണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് വലോ സൊല്ലൈത്തും ഫീ ബുയൂത്തിക്കും, നിങ്ങളെ വീട്ടിൽ നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ ലക്ക തറക്തും സുന്നത്ത് നബിക്കും, നിങ്ങൾ നബിൻ്റെ സുന്നത്ത് എന്താക്കി, ഉപേക്ഷിച്ചവരായി. വലോ തറക്തും സുന്നത്ത് നബിക്കും, നബിൻ്റെ സുന്നത്ത് ഉപേക്ഷിച്ചാൽ ഒക്കത്തെ വലത്തും നിങ്ങൾ വഴി വയച്ചവരുമായി. ഇതാണ് ഹദീസ്. ഈ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മൻ സർറഹു അയ്യൽ കല്ലാഹദൻ മുസ്ലിമൻ, നാളെ മുസ്ലിമായ നിലക്ക് അള്ളാഹനെ കാണുന്ന ആർക്കെങ്കിലും പൂതി ഉണ്ടെങ്കിൽ നിസ്കാരം വാങ്ങ് കേൾക്കുന്നിടത്ത് പോയിട്ട്, അങ്ങനെയാണ് ഹദീസ് തുടങ്ങിയത്. സ്വഹാബികളൊക്കെ അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്കൊരു ഹദീസ് കൂടി ഞാൻ പറഞ്ഞുതരാം. പണ്ട് പറഞ്ഞു തന്നെയാണ്, റസാലി ഇമാം ഈ ഒരു ധരിച്ചതാണ്. നാളെ ഖിയാമത്ത് നാളിലൊന്ന് ചില ആളുകൾ നക്ഷത്ര സമാനം തിളക്കമുള്ളവരായിട്ട് കാണപ്പെടും. അപ്പോൾ അവരോട് മലക്കൾ ചോദിക്കും, നിങ്ങൾ അമലെന്തായിരുന്നു ദുനിയാവിൽ എന്ന്. അവരെന്താ പറയുന്നറിയോ? ഞങ്ങൾ വാങ്ക് കേട്ടാൽ നിസ്കാരമില്ലാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. വാങ്ക് കൊടുത്താൽ എല്ലാം നിർത്തിവെച്ചു. ഒരു നിസ്കരിച്ചിട്ട് വേറെ കൂട്ടക്കാർ അതിലോറ വലിയ തിളക്കും. 14 രാവിൻ്റെ ചന്ദ്രൻ്റെ മാർക്ക് ഇങ്ങനെ തിളങ്ങുന്ന ഒരു കൂട്ടക്കാരെ കാണും. മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ ചെയ്തതിന് അമൽ എന്താണ്, എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ മഹത്വം ഉണ്ടായത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ വാങ്ക് കേൾക്കണേ മുമ്പേ ഒതുക്കണമല്ലായിരുന്നു. ആദ്യം പറഞ്ഞാൽ വാങ്ക് കേട്ടാൽ എല്ലാ പണിയും മാറ്റി വെച്ചു. ഇവർ പറഞ്ഞ ഞങ്ങൾ വാങ്കിൻ്റെ മുമ്പ് തന്നെ ഒതുക്കുന്ന ആളുകളായിരുന്നു. അത് ഭയങ്കര ശ്രദ്ധയല്ലേ. ഒരു 12 മണിയായി തന്നെ പുരസ്കാരത്തിൻ്റെ ഓർമ്മ വരും, വാങ്ക് കേൾക്കണ്ട, മറ്റൊക്കെ വാങ്ക് കേൾക്കണം. അപ്പോൾ എല്ലാ പരിപാടി നിർത്തിയേക്കാണ്. ഇത് രണ്ടല്ലേ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ സൂര്യൻ്റെ മാർക്കൊരു കൂട്ടക്കാർ അതിലാറോ വലിയ തിളക്കം, മൂന്നാമത്തെ ഒരു കൂട്ടർ. അവരുടെ മലക്കൾ ചോദിക്കും, നിങ്ങൾ ചെയ്തതിന് അമൽ എന്തായിരുന്നു എന്ന്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ വാങ്ക് കേട്ടിനെ പള്ളിക്കെന്നാണ്. പെരേന്ന് ഒതൊക്കെ എടുത്ത് 12 മണിക്ക് തന്നെ ഒതൊക്കെ എടുത്ത് 12 കാലമായപ്പോൾ പള്ളിക്ക് എത്തിന് ലൂറിന്. റഫീഖുലർ ഉറങ്ങുന്നുണ്ടോ? റഫീഖുലടുത്ത പള്ളിയിൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട അവിടെയാണ്. കുറേ ആളുകൾ റിട്ടയർഡ് ജീവിതം നയിക്കുന്ന ആളുകൾ കേട്ടോ, വേറെ പണിയും ചുറ്റിലൊന്നുമില്ലാത്ത ആളുകളാണ്. ഒക്കെ 10 മണിക്ക് തന്നെ വേറെ വരുന്നവരൊക്കെ ഉണ്ട് ഇല്ലേ? റഫീഖുലർ നാട്ടിലുണ്ട് അങ്ങനെ. പിന്നെ സുബേസ് കേസാൻ അവിടെ കുത്തിരുവും. ഒക്കെ ദിക്ർ ചൊല്ലി ഇരുന്ന് തുലു കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് പോകുന്നവർ കുറേ ഉണ്ട് അവിടെ. എല്ലാ പള്ളിയിലുണ്ട് 1-2 ആളുകളൊക്കെ, അവിടെ കൂടുതലുണ്ട്. ഒരു 10 മണിയോട് കൂടെ തന്നെ പള്ളിയിലൊക്കെ വന്നിട്ട്, അതായത് ഈമാനാണത്. പള്ളിയിൽ ഇരുന്നാലേ റായത്തുള്ളൂ. ഇപ്പം എന്താ മാർഗ് 10 മണിക്ക് വരണ്ട, വാങ്ങുകൊടുക്കാൻ 1/4 മണിക്കൂർ മുമ്പ് തന്നെ മൂത്രയും ചോറൊക്കെ എടുത്ത്. ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും നടക്കൂല. അങ്ങനത്തെ റിട്ടയർഡ് ജീവിതം നയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒത്തും പണി ചുറ്റിലൊന്നുമില്ല, ആക്കി വെച്ചിട്ട് പണിയുള്ളൂ. മക്കളിങ്ങനെ അയക്കണ പൈസ ഇങ്ങനെ, ചിലരൊക്കെ പറയണ്ടേ ഇപ്പോൾ പണിയത്തില്ല, മക്കളെ അയക്കാതെ ആക്കി വയ്ക്കുക, ആ പണിയാണ്. അതിനിപ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ, പോയി കുത്തിരുന്നൂടെ അല്ലേ ബാബൊക്കെ? അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ നടക്കൂല, നടന്നോളൊന്നുമില്ല. അപ്പോൾ ഇവർ പറയണേ, ഞങ്ങൾ വാങ്കിൻ്റെ മുമ്പ് തന്നെ പള്ളിയിലെത്തും. പള്ളിക്കെന്നാണ് ഏത് കേക്കല്? ആലോചിക്കുന്നത് അങ്ങനത്തെ ഉണ്ടോ? അതൊക്കെ ഉണ്ടേ. അപ്പോൾ അതൊക്കെയാണ് ഖിയാമത്ത് നാളിലേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള കാര്യങ്ങൾ. വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഇൻഷാല്ലാ പിന്നെ പറയാം. ഇപ്പോൾ നമ്മൾ കുനൂത്തുണ്ടല്ലോ, നാസിലത്തിൻ്റെ കുനൂത്തൊക്കെ ഉണ്ടല്ലോ,
അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് ഓതേണ്ടത്, എന്തിനാണ് ഓതേണ്ടത്. നമ്മളിപ്പോൾ ഏറ്റവും അധികം അത് ഓതേണ്ട ഒരു സമയമാണ് ആ കുനൂത്ത്. മുസ്ലിങ്ങൾക്കൊരു വിപത്ത് ഉണ്ടാകുക പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാ നിലക്കും വിപത്താണ്. അമേരിക്കയും ആ ജൂതായുസവും സയനിസ്റ്റുകളും കൂടി ഇപ്പോൾ എന്താപ്പോൾ വന്നു വെച്ചാൽ നമ്മൾ തമ്മിലാണ് അങ്ങോട്ട് പഠിക്കുകയാണ്, അവിടേക്കാണ് ഇപ്പോൾ എത്തിച്ചത്. അവിടെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഗൾഫിലുള്ള സഹോദരന്മാർ പ്രതിസന്ധിയിലാണ്. ആ കെടുതികൾ ഇങ്ങോട്ടൊക്കെ വരും. ഇറാൻ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഭയങ്കര എണ്ണ കയറ്റമൊക്കെ ഉണ്ടാകുന്നു, എണ്ണയ്ക്ക് വില കയറുന്നതാണ്. ഇറാനൊക്കെ എണ്ണ വരുന്നുണ്ടല്ലോ, അതൊക്കെ അവിടെ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അല്ലാതെ തന്നെ ബാധിക്കും. പിന്നെ നമ്മൾ ഗൾഫ് ആണ് നമ്മളെ എല്ലാത്തിൻ്റെയും ഒരു ശക്തി എന്ന് പറഞ്ഞത്. ആ ഗൾഫൊക്കെ സ്തംഭിക്കണതിനനുസരിച്ച് ഇവിടെ എല്ലാവിധ ക്ഷീണങ്ങളും ഉണ്ടാവും. പിന്നെ അല്ലാത്ത നിലക്കും നമുക്കത് വലിയൊരു ക്ഷീണമുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുരന്തം, ഈ വിപത്ത് മാറി കിട്ടാൻ വേണ്ടി നാസിലത്തിൻ്റെ കുനൂത്ത് എന്നതിനെ പറയാം, വിപത്തിൻ്റെ കുനൂത്ത്. ഈ കുനൂത്ത് നമ്മൾ ഓതുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ കൈ ഇങ്ങനെയാണ് ആക്കേണ്ടത്. ഒരു ഇറങ്ങി വിപത്ത് ഉയർത്താൻ പറയില്ലേ, ഞങ്ങളിൽ ഇറങ്ങിയ ഈ വിപത്തിൻ്റെ തൊട്ട് സലാമത്ത് നൽകണേ എന്നാണ് ഇപ്പോൾ നേരത്തെ ഉദവിയോട് എന്ത് വരുന്നത്. ആ ഇറങ്ങിയത് ഉയർത്താൻ പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ആക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇങ്ങനെയാണ് അതിൻ്റെ മട്ടം. എല്ലാ വക്തിലുണ്ട്. ഫർദ് 5 വക്തിലും അത് സുന്നത്തുണ്ട്. സുബൈക്കുണ്ട്. സുബൈക്ക് നമ്മളിപ്പോൾ ഒക്കെ കുനൂത്ത് ഓതുമ്പോൾ ഇവിടെ നേരത്തെ ഓതിയമാർക്ക് സുബൈൻ്റെ കുനൂത്ത് ഓതി കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഇത് പ്രത്യേകമായിട്ട് ഇത് വരയ്ക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ കൈ സാധാരണ കുനൂത്തിൻ്റെ മാർക്കല്ല, പുറമാണ് കാണിക്കലാണ്. അത് കുനൂത്തിൽ നിന്നായിട്ടല്ല. ഇനിയിപ്പോൾ അതല്ലാത്തൊരു ഘട്ടകാലം ഇവിടെ വന്നു, ഒരു വരൾച്ച വന്നു. അപ്പോൾ നമ്മൾ മയക്കും വേണ്ടിയൊക്കെ തുരക്കുമ്പോഴും ഇങ്ങനെയാണ് ആക്കേണ്ടതെന്ന്. പഠിച്ചോനെ മഴ തരുന്നതെന്ന് ഇങ്ങനെയല്ല, ഇങ്ങനെ. കാരണം ഈ വരൾച്ച നീ കിട്ടാനാണ് ദുആ. അത് സാധാരണ ദുആൻ്റെ ഒരു മര്യാദയാണ്. എന്തെങ്കിലും കിട്ടാനുള്ള ചോദിക്കുമ്പോൾ ഇങ്ങനെയും, തട്ടുള്ളതാകുമ്പോൾ ഇങ്ങനെയും എന്നുള്ളത് കൈ ഉയർത്തേണ്ടത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. കുറേ ആളുകളെ വിചാരം സോക്കുണ്ടെങ്കിൽ നിസ്കരിക്കേണ്ട എന്നുള്ളതാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ നിസ്കാരത്തിൻ്റെ സഫുകൾ അല്ലാഹു തആല മലായികത്യങ്ങളെ സഫ് പോലെയാക്കി. യുദ്ധത്തിൽ കിട്ടുന്ന സഫ് അങ്ങനെ തന്നെ. മൂന്നാമത്തെ കാര്യം, മണ്ണ് മൊത്തം എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആല തൊഹൂറും മസ്ജിദും ആക്കി. എവിടുന്ന് നിസ്കരിക്കുക, ഏത് അരിച്ചാൽ നിന്നും വേണം നിസ്കരിക്കുക, ഏത് റോഡിൽ നിന്ന് നിസ്കരിക്കുക. ഒതുക്കാൻ വെള്ളമില്ലെങ്കിൽ ആ മണ്ണുകൊണ്ട് തയമം ചെയ്താൽ മതി. അത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എവിടെ ഒരാൾ എത്തിപ്പെട്ടാലും നിസ്കരിക്കാനുള്ള പള്ളിയില്ല, അല്ലെങ്കിൽ ഒതു ശുദ്ധീകരിക്കാനുള്ള വെള്ളമില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിസ്കാരം എന്താവില്ല. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് എവിടെയാണോ നിസ്കാരം വരുന്നത് അവിടെ നിസ്കരിക്കാനുള്ള പള്ളി ഉണ്ടാവും, തൊഹൂറുണ്ടാവും, മണ്ണ്. ആളുകളെ വിചാരം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇന്നലെ ചെതിറൊന്നുമില്ല, മൂത്രത്തിന് ട്യൂബിട്ടാണ് നിസ്കരിക്കണില്ല. മൂത്രത്തിന് ട്യൂബിട്ടയാളും നിസ്കരിക്കണം. ബോധമുണ്ടോ? യുദ്ധം കൊടുമ്പി കൊള്ളുന്ന സമയത്ത് നിസ്കാരം കള്ളാക്കാൻ പോക്കില്ല. അപ്പം യുദ്ധം ചെയ്തുകൊണ്ട് നിസ്കരിക്കാന്നാണ്. കുതിരപ്പുറത്ത് ഇങ്ങനെ വെട്ട് തടുക്കണ് നിസ്കരിക്കുകയും ചെയ്യണം. ഇതൊക്കെ അങ്ങനെ നിസ്കാരമുണ്ട്. സലാത്ത് ശുദ്ധത്തിൽ ഖൗഫ് എന്നാണ് ആ നിസ്കാരത്തിൻ്റെ പേര്. ഖുർആനിൽ പറയുന്നുണ്ട്, ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഖിൻ്റെ കിതാബിലൊക്കെ അതുണ്ട്. അപ്പോൾ നിസ്കാരത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ഒരിക്കലുമില്ല. കുറേ ആളുകൾ എന്തെങ്കിലും അസുഖമാകുമ്പോഴത്തേന് ഒക്കെ നിസ്കാരം നിർത്തിവെക്കും. അപ്പോൾ അതുകൊണ്ട് തയമത്തിൻ്റെ ചില കാര്യങ്ങൾ പറയണം. എന്നോട് ആരും ചോദിച്ചല്ലോ, നാളെ ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. നിർത്താം. ഞാൻ ആർക്കും എന്തെങ്കിലും ചോദിക്കട്ടോ. തറാവീഹ് നിസ്കാരത്തിൽ ഖറാത്തുകൾ പറയുന്നുണ്ട്, ഒന്ന് പറയണോ? നിസ്കാരത്തിലുള്ള ഖറാത്ത് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞല്ലൊക്കെ പറഞ്ഞതാണ്. തക്ബീർ കെട്ടിയാൽ വജ്ജത്ത് ഓതണം, അഊദ് ഓതണം. അല്ല ഞാൻ 2 ഖറാത്ത് അങ്ങനെ വന്നു. പിന്നെ അവസാനം അത്തഹിയ്യാത്തിൽ ആ ദുആ, അത്തഹിയ്യാത്തിൻ്റെ ശേഷമുള്ള ദുആ ചെയ്ത് കഴിഞ്ഞാലും ഖറാത്താണ്. അതാണിപ്പം അത്തഹിയ്യാത്തിൽ കൂടുതലും സംഭവിക്കുന്ന ഖറാത്ത് നമ്മൾ കണ്ടതാണ്. സുന്നത്ത് നിസ്കാരത്തിൽ പൊതുവെ ആളുകൾ അത്തഹിയ്യാത്തൊക്കെ ആദ്യത്തെ അത്തഹിയ്യാത്താന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. ഇരുത്തും അങ്ങനെയാണ് ചിലർ. തറാവീഹ് ചിലരൊക്കെ പോയി ഞാൻ കണ്ടതെന്താ കാര്യങ്ങൾ. ഇന്നലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഈ 2 റക്അത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തം, ഇഫ്തിറാഷിൻ്റെ ഇടത്തെ കാലം ഇരുന്നിട്ട് കാലം നാട്ടി. 4ാമത്തെ റക്അത്തിൽ ഇരിക്കുമ്പോൾ തവറുക്കിൻ്റെ അവസാനത്തെ അത്തഹിയ്യാത്തിൻ്റെ ഇരുത്തം. അങ്ങനെ ഒരു ഇമാമുക്കാണാൻ ഇങ്ങനെ കാട്ടണ ഞാൻ കണ്ട്. അങ്ങനെ ധാരണ ചിലർക്ക്. എല്ലാ സലാം വീട്ടുന്ന അത്തഹിയ്യാത്തും അവസാനത്തെ അത്തഹിയ്യാത്താണ്. അത്തഹിയ്യാത്ത് വേറൊരു സലാം വീട്ടില്ലെങ്കിൽ അത് അവസാനത്തെ അത്തഹിയ്യാത്താണ്. അതിന് ഇരുത്തും അങ്ങനെയാണ് വേണ്ടത്. ഓതേണ്ടതും അത്തഹിയ്യാത്ത് തന്നെയാണ്, മസ്ജിദ് ദജ്ജാൽ വരെ. ഇമാമ് സമയം തന്നില്ലെങ്കിൽ നമുക്ക് അത്തഹിയ്യാത്ത് ഓതാം. വജ്ജത്തിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രശ്നം വരുന്നുള്ളൂ.
കാരണം ഇമാമ സ്ഥലം വിട്ടിക്കോട്ടെ, സ്ഥലം വിട്ടേ നമ്മൾ ഓരോട്ടുള്ള ബന്ധം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഓതാറില്ല, നമുക്ക് ഓതിയിട്ടൊക്കെ നീച്ചാൽ മതി. ഇമാമ് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, ഫർദ് കഴിഞ്ഞിട്ടോ. അതിൽ ആലി മുഹമ്മദൊക്കെ സുന്നത്താ, അത് ഞാൻ കറാത്തുമാണ്. അവിടെ എത്തിയപ്പോൾ ഇമാം സ്ഥലം വിട്ടി. അയാൾ ഫുള്ളായിട്ട് ഓതിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കുറഞ്ഞുകൊണ്ടാവാം, എന്തായാലും വേണ്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേല ആലി മുഹമ്മദ് ഇങ്കമാ സ്വല്ലൈത്ത പറ്റുമെങ്കിൽ ഇബ്രാഹിം സ്വലാത്ത് അങ്ങനെ ചെല്ലിക്കോളി. അതിൻ്റെയും വേണ്ട അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് പറഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്തി വമിൻ ഫിത്നത്തിൽ ആവും പറഞ്ഞിട്ടാണ് നീച്ചോളി. അപ്പോഴത്തേനും അയാൾ തെക്കുബറിട്ടിട്ടുണ്ടാവുള്ളൂ. സലാം കിട്ടിയാൽ പിന്നെ നമ്മളും അയാളോടുള്ള കണക്ഷൻ കിട്ടും. പിന്നെ നമുക്ക് നമ്മളിഷ്ടമാണ്. അതുണ്ട്, അത് കറാത്താണ്. സൂറത്ത് ഇമാമിൻ്റെ ഓത്ത് കേൾക്കുമ്പോൾ നമുക്ക് സൂറത്തില്ല. ഇഷാ മഗ്‌രിബ് സുബഹി പോലത്തെ നിസ്കാരത്തിലൊക്കെ ഇപ്പോൾ ഇമാമിൻ്റെ ഓത്ത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫാത്തിഹ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താക്കാൻ പാടില്ല, സൂറത്ത് ഓതാൻ പാടില്ല, കറാത്താണ്. ഒരു ബിസ്മി ഓതിയാലും സൂറത്തിൻ്റെ സുന്നത്ത് കിട്ടും, അത് കിട്ടും. അതിപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ സൂറത്തിൻ്റെ ശേഷം ഒരായത്ത് ഓതിയാലും കറാത്ത് ഒഴിവാകും. ആദ്യത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അല്പം ഖുർആൻ ഓതൽ സുന്നത്താണ് അല്ലേ? ഒരായത്ത് ഓതിയാലും ആ ഖുർആൻ ഓതി എന്നുള്ള സുന്നത്ത് കിട്ടും, കറാത്ത് ഒഴിവാകും. 3 ആയത്ത് ഓതിയാൽ വളരെ വിശിഷ്ടമായി, ഒരു സൂറത്ത് ഫുള്ളായ ഭയങ്കരമായി, അഫ്ളലായി. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോഴാണ് ഈ സൂറത്തുള്ളത്. എന്നവർക്ക് ഇമാമിനൊക്കെയാണ് അത് പറ്റും. 3ാമത്തെ റക്അത്തിലോ ഇപ്പോൾ ളുഹറോ അസറൊക്കെയാണ്, അല്ലെ ഈശയാണ്, 3ാമത്തെ റക്അത്താണ്, മെല്ലെ ഓതി ഇമാമിൻ്റെ ഓത്തി നമ്മൾ കേൾക്കണില്ലല്ലോ. അപ്പോൾ ഇമാമിൻ്റെ ഓത്തി നമ്മൾ കേൾക്കാത്ത നിസ്കാരത്തിലൊക്കെ നമ്മൾ ഫാത്തിഹ കഴിഞ്ഞിട്ടും ഇമാമ് റുക്കൂലേക്ക് പോയിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഖുർആൻ ഓതുകയോ ദുആ ചെയ്യുകയോ ചെയ്യാം. ഏറ്റവും നല്ലത് ഖുർആൻ ഓതലാണ്. അവിടെ നമ്മൾ ഇമാമിൻ്റെ ഓത്ത് എന്തായിട്ടില്ല, കേട്ടിട്ടില്ല 3ാം റക്അത്ത്. അതാണ് അതിൻ്റെ മെച്ചം. സുന്നത്തിലും ഫർദിലൊക്കെ ചെയ്യാം. അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് വേറൊരു നിയമമാണ്, അത് കറാത്തൊന്നുമല്ല, അതൊരു അഫ്ളലാണ്. കോയമ്മ പറയണത് ഒരു ജമാഅത്തിൽ ഇമാമിൻ്റെ ബേക്കിൽ നമ്മൾ പോകുമ്പോൾ ഇമാം ഇപ്പോൾ നൃത്തത്തിൽ നിന്ന് റുക്കൂലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് പോകേണ്ടത്? ഇമാം റുക്കൂൽ എത്തിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകൽ തുടങ്ങേണ്ടത്. സുജൂദുക്കാണെങ്കിൽ ഇമാം അങ്ങനെ പോയിട്ട് അവിടെ ആ സുജൂദിൽ നെറ്റി അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകാൻ തുടങ്ങേണ്ടത്. മനസ്സിലായോ? ഇനി അല്ല ഇമാമൻ തുടങ്ങിയതിൻ്റെ ഉടനെ തന്നെ നമ്മൾ തുടങ്ങിയാലും കറാത്തൊന്നും വരില്ല, സുന്നത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, അഫ്ദൽ പോകുന്നുള്ളൂ. ഒപ്പം പോയാൽ കറാത്താണ്, ഒപ്പം പോവുക. ചിലപ്പോൾ ഓവർടേക്ക് ചെയ്തും പോകുന്ന ഒരു സ്വഭാവം ഉള്ളവരുണ്ട്, ചിലവർ അങ്ങനെ ഉണ്ട്, അത് ശീലമാണ്. ഇമാമിന് മുമ്പിനാണ് പോകും, കറാത്താണ്. നിസ്കാരം ശരിയാവും, പക്ഷേ കറാത്താണ്. ഏറ്റവും അഫ്ദൽ ഇമാമ് പോയിടത്തേക്ക് എത്തിയിട്ട് നമ്മൾ തുടങ്ങാം, അതാണ് ഏറ്റവും അഫ്ദൽ. തറാവിക്ക് ചിലപ്പോൾ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഇമാമ് പുറത്ത് എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? തറാവി എന്താ മനുഷ്യന്മാർ മനസ്സിലാക്കുകയാണ്, ഒരു 10 മിനിറ്റ് എടുത്താൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ വ്യത്യാസം വരുള്ളൂ. മര്യാദയ്ക്ക് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് അധികം വരുള്ളൂ. ഇശാ നിസ്കരിക്കണമാർക്ക് തറാവി നിസ്കരിച്ചാൽ 1.25 മണിക്കൂറേ ആവും, എല്ലാവരും ആവില്ല. ഇശാ നിസ്കരിക്കണമൊക്കെ ആക്കുമ്പോൾ ഓരോ വച്ചത്തൊക്കെ ഓതി ആ ആശ്വാസം പോലെ അങ്ങനെ ഓതിയില്ല നിസ്കാരം ഉണ്ടല്ലോ. പക്ഷേ നമുക്ക് അള്ളാനെ ലൈനിൽ കിട്ടാത്തതുകൊണ്ടേ ഉള്ള പ്രശ്നമാണ്. നമുക്കൊക്കെ ഈ പറഞ്ഞാൽ എനിക്കൊക്കെ വേഗം കഴിയണം, അതിഷ്ടം. അല്ല ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, ഗൾഫിൽ അങ്ങനെ ഉണ്ട്. ഈശ തുടങ്ങലിൻ്റെ ഒരു ആശ്വാസം കൊടുത്തിട്ട് തുടങ്ങുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഈശ കുറച്ച് നല്ല ആശ്വാസം കൊടുത്തിട്ട് എല്ലാ ക്ഷീണവും മാറ്റിയിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ വടക്കം വെള്ളം പറഞ്ഞാൽ കുറച്ചുകൂടി ഉഷാറാണ് ഇവിടുത്തെ എല്ലാവരെ. വടക്കോട്ടൊക്കെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഞാൻ അവിടെ ഈശ കുറച്ച് സാവകാശം കൊടുക്കും. അവിടെ ഞാനന്ന് ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിസ്കരിച്ചതിൻ്റെ പള്ളിയിൽ, ഞങ്ങൾ ഓതിൻ്റെ പള്ളിയിൽ, ദർശനത്തിൻ്റെ പള്ളിയിലത്തെ ഇമാമ് 1.25 മണിക്കൂർ കൊണ്ടാണ് തറാവി തീർക്കൽ. ഈശാൻ്റെ അതേമാതിരി ഒരു മാറ്റവും. ഞങ്ങളുടെ അടുത്ത കുട്ടികൾ അതിന് പേരിട്ട് പോത്തുമണ്ടി ഞാൻ കേട്ടതട്ടോ, അങ്ങനെ പറയുന്നുണ്ട് കുട്ടികൾ കേട്ട ആളുകൾക്കൊക്കെ അത് ഇഷ്ടമായി. അത് വരക്കല്ലേ.